ഈ കോഴ്സിന്റെ ഔട്ട്കം. ഇന്ന് സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിലുള്ള ഈ സ്ലൈഡിൽ കാണുന്ന അത്രയും ടോപ്പിക്സ് ആണ് കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഫസ്റ്റ് അതിൻ്റെ കൺവെൻഷണൽ നോൺ കൺവെൻഷണൽ എനർജീസ് തമ്മിലുള്ള വ്യത്യാസങ്ങൾ, അതേപോലെ പല ടൈപ്പിലുള്ള റിന്യൂവബിൾ എനർജി സോഴ്സസ്, സോളാർ, ബയോഗ്യാസ്, വിൻഡ്, ടൈഡൽ, ജിയോതെർമൽ എനർജി സോഴ്സ് എന്നിവയെക്കുറിച്ച്. തേർഡ്, ബയോഗ്യാസ് കൺവേർഷൻ ഏതെല്ലാം ടെക്നോളജീസ് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്, എന്തെല്ലാം ഫാക്ടേഴ്സ് ബയോഗ്യാസിന്റെ പ്രൊഡക്ഷൻ സമയത്ത് ആ ഡൈജഷനിൽ അഫക്റ്റ് ചെയ്യാറുണ്ട്, ഏതെല്ലാം ടൈപ്പിൽ കൺസ്ട്രക്ഷൻ വൈസും മറ്റേ പ്രോസസ് വൈസും ഏതെല്ലാം ടൈപ്പ് ബയോഗ്യാസ് പ്ലാന്റുകൾ അവൈലബിൾ ആണ് അല്ലെങ്കിൽ അറ്റ് പ്രസന്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഈ റിന്യൂവബിൾ എനർജി റിസോഴ്സസിന്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ച് നോക്കുമ്പോൾ ഫസ്റ്റ് നമുക്ക് ഓർമ്മിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതിൽ ഫസ്റ്റ് ഒന്നാണ് 1972 സ്റ്റോക്ക്ഹോം. അത് സ്വീഡനിൽ നടന്നിട്ടുള്ള ഒരു കോൺഫറൻസ് ആണ്. യുണൈറ്റഡ് നേഷൻസിലെ എല്ലാ രാജ്യങ്ങളും ചേർന്നിട്ട് ഏറ്റവും കൂടുതൽ നമ്മുടെ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനും മറ്റുമായിട്ട് ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുകയുണ്ടായി. അത് ജൂൺ 5 തന്നെ തുടങ്ങി ജൂൺ 19 വരെ പോയിട്ടുള്ള ഒരു സമ്മേളനമാണ്. അതിനുള്ളിൽ 26ഓളം റെസൊല്യൂഷൻസ് അവർ പാസ്സാക്കുകയുണ്ടായി. അതിനകത്ത് മെയിനായിട്ട് വന്നിട്ടുള്ളത് ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് എടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഡെവലപ്മെന്റ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരിക്കലും ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒന്നാണ്. പക്ഷേ അതിന് ഒരു സസ്റ്റൈനബിൾ മോഡലിലേക്ക് പോകുമ്പോൾ അറ്റ് പ്രസന്റ് നമ്മൾ ഡെവലപ്മെന്റിന്റെ എല്ലാ കാര്യങ്ങളും ആസ്വദിക്കുകയും ഫ്യൂച്ചർ ജനറേഷന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൊല്യൂഷൻ കൺട്രോൾസ്, ഈവൻ അറ്റോമിക് ബോംബ്സ് പോലെയുള്ള കാര്യങ്ങളുടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതും, അതുപോലെ റിന്യൂവബിൾ എനർജി റിസോഴ്സസ്, അതുപോലെ റിന്യൂവബിൾ അല്ലാത്ത അറ്റ് പ്രസന്റ് കൺവെൻഷനലായി നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന എനർജി റിസോഴ്സസ് ആയിട്ടുള്ള പെട്രോളിയം പ്രോഡക്ട്സ് പോലെയുള്ള കാര്യങ്ങൾ കുറച്ച് നാളത്തേക്കും കൂടിയൊക്കെ നമുക്ക് അവൈലബിൾ ആവൂ. അതുകൊണ്ട് തന്നെ അവയെ ലിമിറ്റ് ചെയ്യുന്നതിനും അവരെ വളരെ കെയർഫുള്ളായി യൂട്ടിലൈസ് ചെയ്യുന്നതിനും വേണ്ടി എന്തെല്ലാം ചെയ്യാം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു കോൺസെൻട്രേഷൻ ആയിരുന്നു ഈ സ്റ്റോക്ക്ഹോം കോൺഫറൻസിൽ നടന്നത്. അപ്പോൾ അവിടെ നിന്നാണ് റിന്യൂവബിൾ എനർജിക്ക് കുറച്ചൊരു പുതിയതായിട്ടുള്ള ഒരു ഐഡിയയും ഒരു കോൺസെൻട്രേഷനും കിട്ടി തുടങ്ങിയത്. തൊട്ടടുത്ത വർഷം 1973 നമ്മുടെ ഒപെക് രാജ്യങ്ങൾ ഓർഗനൈസേഷൻ ഓഫ് പെട്രോൾ എക്സ്പോർട്ടിംഗ് കമ്പനീസ്, അവരുടെ നമുക്ക് അറിയാം ഏറ്റവും കൂടുതൽ ഗൾഫ് കൺട്രീസിലാണ് ഇതിന്റെ അറ്റ് പ്രസന്റ് ഇത് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്കി പല സ്ഥലങ്ങളിലും ഇതിന്റെ റിസോഴ്സസ് അവൈലബിൾ ആണ്. അപ്പൊ ഈ ഒപെക് എല്ലാം കൂട്ടി ചേർന്നിട്ട് അവരുടെ ഓയിൽ പ്രൊഡക്ഷൻ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തു തുടങ്ങി. അപ്പൊ 1973 ആ സമയങ്ങളിൽ ഓയിൽ പ്രൈസ് ഏകദേശം 4 times ഇൻക്രീസ് ആയി. ഇത് ബാക്കിയുള്ള രാജ്യങ്ങളിലെ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന് അങ്ങോട്ട് വളരെയധികം ഡീപ്പായിട്ട് അഫക്റ്റ് ചെയ്തു തുടങ്ങിയപ്പോൾ അവരെന്ത് ചെയ്തു, ആൾട്ടർനേറ്റ് ആയിട്ടുള്ള ഒരു എനർജി സോഴ്സസിന്റെ നീഡ് എല്ലാ രാജ്യക്കാരും മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് എല്ലാവരും അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സും അല്ലെങ്കിൽ സയന്റിഫിക് റിസർച്ച് പർപ്പസും ഒക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ള ഒരു ഐഡിയ കൊണ്ടുവരുന്നു. അപ്പൊ അതിന്റെ ശരിക്കും റിന്യൂവബിൾ എനർജി സോഴ്സസിന്റെ ഒരു ഇമ്പോർട്ടൻസ് തുടങ്ങുന്നത് ഈ ഓയിൽ ക്രൈസിസ് 1973 ആരംഭിച്ചതാണ്. ഇനി ഇതിനോടൊപ്പം തന്നെ ഒരു വേൾഡില് ഇലക്ട്രിസിറ്റി എനർജി ടോട്ടലി അല്ല അല്ലെങ്കിൽ തന്നെ വേൾഡ് ഇലക്ട്രിസിറ്റി ജനറേഷൻ എനർജി ഇൻഫർമേഷൻ അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു ഡേറ്റ അനുസരിച്ചിട്ട് ഇപ്പോൾ ഏതെല്ലാം ടൈപ്പ് എനർജീസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള ഒരു ഗ്രാഫാണ് 2019 ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അപ്പൊ അതിൽ ആൾമോസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷനിൽ നമ്മൾ ആൾമോസ്റ്റ് 38% കോൾ ഉപയോഗിക്കുന്നുണ്ട്, ഗ്യാസ് 23%, ഹൈഡ്രോയും ന്യൂക്ലിയറും ഒക്കെ 19-10, സോളാർ അല്ലെങ്കിൽ റിന്യൂവബിളിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള ഏറ്റവും കൂടുതലായിട്ടുള്ള സോളാർ, വിൻഡ് ഇതൊക്കെ 7% ഉപയോഗിക്കുന്നുള്ളൂ. അതുപോലെ ഓയിൽ ഉപയോഗിച്ചിട്ട് ഇലക്ട്രിസിറ്റി ജനറേഷൻ, ബാക്കിയുള്ള ആപ്ലിക്കേഷൻ അല്ല, ഇലക്ട്രിസിറ്റി ജനറേഷൻ 3% ആണ്. അപ്പൊ ഇതിനകത്തൊരു മേജർ കോൺട്രിബ്യൂട്ടർ എന്ന് പറയുന്നത് അറ്റ് പ്രസന്റ് ഇത് 38% കോളാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ഏകദേശം 60% അപ്പോൾ ഒരു കോള് പ്ലാന്റ് ഇലക്ട്രിസിറ്റി ജനറേഷനെ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ ഈ കോളിന്റെ അവൈലബിലിറ്റി ഇന്ത്യയിലും കൂടുതൽ ഒരുപാട് ലഭിക്കുന്നുണ്ട്. അതുപോലെ ബാക്കി സംസ്ഥാനങ്ങളിലും രാജ്യങ്ങളിലും ഒക്കെ ഒരുപാട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ്. പക്ഷെ ഇതിന്റെ പ്രൊഡക്ഷൻ നോക്കുമ്പോൾ നമ്മൾ ഒരു യൂണിറ്റ് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നതിന് 900 grams കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രൊഡക്ഷൻ ഉണ്ട്. അപ്പോൾ ഒരു 100 മെഗാവാട്ടിന്റെ ഒരു ഇയറിൽ എവിടെയെങ്കിലും നമ്മൾ കോൾ ഉപയോഗിച്ചിട്ട് തെർമൽ പവർ പ്ലാന്റ്സ് ഉപയോഗിച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഏകദേശം 70 lakh tons കാർബൺ ഡൈ ഓക്സൈഡ് ആണ്.
അപ്പോൾ ഇത് ആൾമോസ്റ്റ് ഏറ്റവും കൂടുതൽ പൊള്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒന്നാണ്. നെക്സ്റ്റ് നമ്മൾ എനർജി റിസോഴ്സസിനെ ഒന്ന് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ മെയിൻ ആയിട്ട് ഇതിൽ 5 രീതിയിൽ അതിനെ ക്ലാസിഫൈ ചെയ്യാം. ബേസ്ഡ് ഓൺ യൂസബിലിറ്റി, ബേസ്ഡ് ഓൺ ട്രഡീഷണൽ യൂസ്, ബേസ്ഡ് ഓൺ ലോങ് ടേം അവൈലബിലിറ്റി, കമേഴ്ഷ്യൽ ആപ്ലിക്കേഷൻ ആൻഡ് ബേസ്ഡ് ഓൺ ഒറിജിൻ. അപ്പോൾ ബേസ്ഡ് ഓൺ യൂസബിലിറ്റി ഓഫ് എനർജി എന്ന് പറയുമ്പോൾ 3 ടൈപ്സ് ആണ് മെയിൻലി അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് പ്രൈമറി റിസോഴ്സസ്, ഇന്റർമീഡിയറ്റ് റിസോഴ്സസ് ആൻഡ് സെക്കൻഡറി റിസോഴ്സസ്. അപ്പോൾ പ്രൈമറി റിസോഴ്സസ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഹ്യൂമൻ ബീയിങ്സിന് എന്തെങ്കിലുമൊക്കെ പ്രോസസ്സ് ചെയ്യാതെ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എനർജി റിസോഴ്സസിനെയാണ് നമ്മൾ പ്രൈമറി റിസോഴ്സസ് എന്ന് പറയുന്നത്. ഇന്റർമീഡിയറ്റ് എന്ന് പറയുമ്പോൾ 1 or 2 അല്ല സ്റ്റെപ്സ് എന്തെങ്കിലും കെമിക്കൽ കൺവേർഷൻസോ മറ്റുമൊക്കെ നടത്തിയതിന് ശേഷം ആ ഫ്യൂവൽ യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇന്റർമീഡിയറ്റ് റിസോഴ്സ് എന്ന് പറയുന്നത്. സെക്കൻഡറി റിസോഴ്സസ് എന്ന് പറയുമ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പ്രൈമറി റിസോഴ്സിൽ നിന്ന് പ്യൂരിഫൈ ചെയ്തെടുക്കുന്ന പെട്രോളും ഡീസലും അതുപോലെയുള്ള റിസോഴ്സസിനെയൊക്കെ നമുക്ക് സെക്കൻഡറി റിസോഴ്സസ് എന്നുള്ള മേഖലയിലേക്ക് മാറ്റാം. ഇനി ട്രഡീഷണൽ യൂസ് അനുസരിച്ചിട്ട് കൺവെൻഷണൽ എനർജി റിസോഴ്സസും നോൺ കൺവെൻഷണൽ എനർജി റിസോഴ്സസും അതും ശരിക്കും നമുക്ക് ഓയിൽ ക്രൈസിസിന്റെ ഡേറ്റ് വെച്ച് വേണമെങ്കിൽ ഒന്ന് കൺസിഡർ ചെയ്യാം. 1973 മുമ്പ് വരെ കൺവെൻഷണലായിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന പെട്രോള് മറ്റു കാര്യങ്ങളും അതിനെല്ലാം നമുക്ക് കൺവെൻഷണൽ എനർജി റിസോഴ്സസ് എന്നും അതിനുശേഷം നമ്മൾ അതുവരെ ഉപയോഗിക്കാത്ത പുതിയ മേഖലകളിലേക്ക് നമ്മുടെ കോൺസെൻട്രേഷൻ കൊടുത്തു. അങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്ത് കണ്ടുപിടിച്ചുമൊക്കെ വന്ന എനർജി റിസോഴ്സസിനെ നമുക്ക് നോൺ കൺവെൻഷണൽ എനർജി റിസോഴ്സസ് എന്ന് പറയാം. ഇനി ബേസ്ഡ് ഓൺ ലോങ് ടേം അവൈലബിലിറ്റി, ആ ഒരു ടേം കൺസിഡർ ചെയ്യുമ്പോൾ കുറച്ച് എനർജി റിസോഴ്സസ് ആൾറെഡി എർത്തിനകത്ത് പ്രസന്റ് ആയിട്ടുള്ളത് വളരെ കാലത്ത് ബില്യൺസ് ഓഫ് ഇയേഴ്സിന്റെ ആഫ്റ്റർ എഫക്ട് കൊണ്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്തതാണ്. അത് വീണ്ടും അതുപോലെയുള്ള ഒരു റിസോഴ്സസ് നമുക്ക് വേണമെങ്കിൽ അതുപോലെ സമയമെടുക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് പ്രസന്റ് ഈ റിസോഴ്സസ് ഒക്കെ തന്നെ ലിമിറ്റഡ് ആണ്. നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസ് ഭാവിയിൽ ഇത് ഫ്യൂച്ചർ ജനറേഷൻ അവൈലബിൾ ആവാത്ത ഒരു അവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അത് നോക്കുമ്പോൾ നമ്മുടെ പെട്രോളിയം പ്രോഡക്ട്സ് തന്നെ മെയിൻ ആയിട്ട് എടുക്കാം. അതുപോലെ യുറേനിയം പോലെയുള്ള സാധനങ്ങൾ, അതുപോലെയുള്ള എനർജി സോഴ്സസ്, ഇതൊക്കെ തന്നെ കുറച്ച് നാൾ കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ അല്ലാണ്ടായി മാറും. അങ്ങനെയുള്ള എനർജി റിസോഴ്സസിനെ നോൺ റിന്യൂവബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ് ഓർ മില്യൺസ് ഓഫ് ഇയേഴ്സിന് ശേഷം മാത്രമേ റീജനറേറ്റ് ചെയ്ത് കിട്ടാൻ സാധ്യതയുള്ളൂ. അങ്ങനെയുള്ളതിനെ നമ്മൾ റിന്യൂവബിൾ എനർജി റിസോഴ്സസ് എന്ന് സൂചിപ്പിക്കുക. റിന്യൂവബിൾ എനർജി റിസോഴ്സസ് ആയിട്ട് നമുക്ക് വാട്ടർ, സണ്ണ്, വിൻഡ് ഇതുപോലെയുള്ള റിസോഴ്സസിനെ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെയധികം വീണ്ടും റീജനറേറ്റ് ചെയ്ത് കിട്ടാൻ ചാൻസ് ഉള്ളതിനെല്ലാം നമ്മൾ റിന്യൂവബിൾ എന്നും അതുപോലെ അങ്ങനെ വളരെ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്ത് കിട്ടാൻ സാധ്യതയില്ലാത്തതിനെല്ലാം തന്നെ നമ്മൾ നോൺ റിന്യൂവബിൾ എനർജി റിസോഴ്സസ് എന്നുമായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. ഇനി ബേസ്ഡ് ഓൺ കമേഴ്ഷ്യൽ ആപ്ലിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കസ്റ്റമർക്ക് കിട്ടുന്ന ഡയറക്റ്റ് ആയിട്ടല്ല, മറ്റേതെങ്കിലും ഒരു കമേഴ്ഷ്യൽ പാർട്ടീസ് ഇന്റർമീഡിയറ്റ് ആയിട്ട് വന്നതിന് ശേഷം കിട്ടുന്നു. അതിനോ അങ്ങനെയുള്ള എനർജി റിസോഴ്സസിന്റെ കമേഴ്ഷ്യൽ എന്നും നോൺ കമേഴ്ഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വുഡ് പോലെയുള്ളത്, ഇപ്പൊ ഫോറസ്റ്റ് വുഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമേഴ്ഷ്യൽ പാർട്ടീസ് ഒക്കെ വരണമെന്ന് നിർബന്ധമില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള റിസോഴ്സസിനെ നമുക്ക് നോൺ കമേഴ്ഷ്യൽ എനർജി റിസോഴ്സസ് എന്ന് പറയും. ഇനി ബേസ്ഡ് ഓൺ ഒറിജിൻ അനുസരിച്ചിട്ട് നമുക്ക് സോളാർ, വിൻഡ്, തെർമല്, സോളാർ, വിൻഡ് അതുപോലെയുള്ള സോഴ്സസിനെ നമുക്ക് ബേസ്ഡ് ഓൺ ഒറിജിൻ അനുസരിച്ചിട്ട് വേർതിരിക്കാവുന്നതാണ്. അപ്പോൾ ഇത് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. നോൺ റിന്യൂവബിൾ എനർജി മീൻസ് ദ എനർജി സോഴ്സ് വിച്ച് ഈസ് ഫിക്സഡ് ഇൻ നേച്ചർ ലൈക്ക് oil, gas, nuclear and coal. Conventional energy is also termed as non-renewable energy resources. Their use lead to increased greenhouse gas emission and other environmental damage. Renewable energy consider ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ it is a collected form of renewable resources which are naturally replenished, such as sunlight, wind, rain, tides, waves, ജിയോതെർമൽ ഹീറ്റ് തുടങ്ങിയിട്ടുള്ള റിസോഴ്സസ് എല്ലാം തന്നെ നമുക്ക് റിന്യൂവബിൾ അല്ലെങ്കിൽ റീജുവനേറ്റ് ചെയ്തു വരുന്ന എനർജി, റിന്യൂവബിൾ എനർജി റിസോഴ്സസ് എന്ന് പറയാം. റിന്യൂവബിൾ എനർജി ഓഫൻ പ്രൊവൈഡ്സ് എനർജി ഇൻ 4 important areas. ഒന്ന് ഇലക്ട്രിസിറ്റി ജനറേഷൻ, എയർ ആൻഡ് വാട്ടർ ഹീറ്റിംഗ് ഓർ കൂളിംഗ്, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് റൂറൽ എനർജി സർവീസസ്. ഈ കാര്യങ്ങൾക്കെല്ലാം തന്നെ നമുക്ക് റിന്യൂവബിൾ എനർജിയെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഒരു അറ്റ് എ ഗ്ലാൻസ് റിന്യൂവബിൾ എനർജിയും നോൺ റിന്യൂവബിൾ എനർജിയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ഏതെല്ലാം കാര്യങ്ങൾ വരും.
റിന്യൂവബിളിനുള്ളിൽ ബയോമാസിന്റെ പ്രൊഡക്ഷൻ ഉപയോഗിച്ചിട്ട് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാം. ഹൈഡ്രോ പവർ, വാട്ടർ ഹെഡിനെ യൂട്ടിലൈസ് ചെയ്തിട്ട് നമുക്ക് എനർജി ഡെവലപ്പ് ചെയ്യാം. അതേപോലെ വിൻഡ് എനർജി, അവൈലബിൾ ആയിട്ടുള്ള വിൻഡ് സ്പീഡ് കിട്ടുന്ന ഏരിയാസിനെ സെലക്ട് ചെയ്ത് അവിടെ വിൻഡ് മില്ലുകൾ സ്ഥാപിച്ച് അത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. സോളാർ എനർജി ഉപയോഗിച്ചിട്ട് നമുക്ക് സോളാറിനെ ഡയറക്റ്റ് ആയിട്ട് ഇലക്ട്രിസിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സോളാർ ഫോട്ടോവോൾട്ടൈക് സെല്ലുകൾ അവൈലബിൾ ആണ്. അതുപോലെ സോളാറിന്റെ ഹീറ്റിനെ യൂട്ടിലൈസ് ചെയ്തിട്ട് നമുക്ക് എനർജി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതേപോലെ ജിയോ തെർമൽ എനർജി, അപ്പോൾ നാച്ചുറലായിട്ട് ഹോട്ട് സ്പ്രിങ്സ് ഒക്കെ അവൈലബിൾ ആണ്. വോൾക്കാനിക് ഇറപ്ഷനും മറ്റുമൊക്കെ ഉണ്ടാകുന്ന സ്ഥലങ്ങൾക്കടുത്തായിട്ട് ഗൈസറുകൾ പോലെയുള്ള ഒരു പ്രതിഭാസങ്ങൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഭൂമിക്കടിയിൽ ഹൈ ടെമ്പറേച്ചർ അവൈലബിൾ ആണ്. അപ്പൊ അവിടെ നമുക്ക് വാട്ടറിനെ സ്പ്രേ ചെയ്ത് അതിനെ വീണ്ടും സ്റ്റീം ആക്കി അതിന് നമുക്ക് യൂട്ടിലൈസ് ചെയ്ത് എനർജി ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയുള്ള സോഴ്സസിനെ എല്ലാം തന്നെ നമുക്ക് റിന്യൂവബിൾ എനർജി എന്ന് പറയാം. നോൺ റിന്യൂവബിളിൽ നമുക്ക് ഫോസിൽ ഫ്യൂവൽസ്, നാച്ചുറൽ ഗ്യാസ്, കോള്, സമ്പുഷ്ടമാക്കിയിട്ടുള്ള യുറേനിയം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആൾമോസ്റ്റ് ഒരു ലിമിറ്റിംഗ് എൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളതിനെല്ലാം നോൺ റിന്യൂവബിൾ എനർജി റിസോഴ്സസ് എന്നുള്ള ഫോമിലേക്ക് നമ്മൾ വേർതിരിച്ചിട്ടുണ്ട്. ഇനി എന്താണ് റിന്യൂവബിൾ എനർജിയുടെ ഇമ്പോർട്ടൻസ്? ഫസ്റ്റ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത പോലെ തന്നെ നമ്മുടെ റിസോഴ്സസ് എല്ലാം തന്നെ വളരെയധികം ഹൈ റേറ്റിൽ ഡിപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെ റീജുവിനേറ്റ് ചെയ്തെടുക്കുന്നതിന് വളരെയധികം കാലതാമസം എടുക്കും. അത് വെച്ചാൽ ഒരുപാട് ജനറേഷൻസ് ചിലപ്പോൾ നമുക്ക് വേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമുക്ക് റിന്യൂവബിൾ എനർജി റിസോഴ്സസിലേക്ക് പോകേണ്ടതുണ്ട്. അതുപോലെ വളരെ റൂറൽ ആയിട്ടുള്ള ഏരിയാസിൽ നമുക്ക് ഇലക്ട്രിസിറ്റി സപ്ലയർ ആയിട്ടുള്ള KSE ഉള്ള പ്രസ്ഥാനങ്ങൾ പ്രൈവറ്റ് ആയിട്ട് ഇലക്ട്രിസിറ്റി ജനറേഷൻ ചെയ്ത് കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ഏരിയാസിലുള്ളവർക്ക് അവർക്ക് ഈ ലൈൻസും മറ്റുമൊക്കെ വളരെ കൊച്ചു ഏരിയയിൽ വില്ലേജസിലേക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ആക്സസ് ഒന്നുമില്ല. അപ്പോൾ അവിടത്തേക്ക് മാത്രമായിട്ട് ട്രാൻസ്മിഷൻ ലൈൻസും മറ്റുമൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അതിന്റെ ഹ്യൂജ് എമൗണ്ട് കൺസിഡർ ചെയ്യുമ്പോൾ അവർക്കത് വളരെയധികം ലോസ് ആയി മാറാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ബാക്കിയുള്ള സ്ഥലത്ത് നിന്ന് ലൈൻ വഴി കൊണ്ടുവരാതെ അവിടെ ഏതെങ്കിലും ഒരു ചെറിയ വില്ലേജോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു കുറച്ച് ഫാമിലീസ് ഉള്ള സ്ഥലത്ത് റിന്യൂവബിൾ എനർജീസ് ഏതെങ്കിലും ഒരു സിംഗിൾ എനർജിയോ അല്ലെങ്കിൽ കമ്പൈൻഡ് ആയിട്ടോ നമുക്ക് യൂട്ടിലൈസ് ചെയ്തതിന് ശേഷം അവിടെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. റിന്യൂവബിൾ എനർജി മേക്സ് ദ എനർജി സിസ്റ്റം റെസിലിയന്റ് മീൻസ് എന്തെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞാലും ഓട്ടോമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ ചെറിയ ഒരു ടൈം ഡ്യൂറേഷൻ കൊണ്ടിട്ട് വീണ്ടും ആ എനർജിയെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. റിന്യൂവബിൾ എനർജി ഈസ് ആക്സസ് ടു ആൾ, ദാറ്റ്സ് ഗുഡ് ഫോർ ഡെവലപ്മെന്റ്. അപ്പോൾ ഒരു രാജ്യത്തിലെ എല്ലാ മേഖലകളിലും താമസിക്കുന്ന ആളുകൾക്ക് എനർജി അവൈലബിൾ ആക്കുക എന്നുള്ളത് നാഷണൽ ഡെവലപ്മെന്റ് ഗ്രോത്തിന്റെ ഒരു സിമ്പലാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് റിന്യൂവബിൾ എനർജിയെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. റിന്യൂവബിൾ എനർജി ഈസ് സെക്യൂർ, ദാറ്റ് ഈസ് ഗുഡ് ഫോർ സ്റ്റെബിലിറ്റി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള പൊല്യൂഷൻസോ, അത് ഇപ്പോൾ നമ്മൾ തെർമൽ പവർ പ്ലാന്റ് നോക്കുകയാണെങ്കിൽ അവിടെ എയർ പൊല്യൂഷൻ ഉണ്ട്. അതുപോലെ നമ്മുടെ വാഹനങ്ങളിലെ പെട്രോളും മറ്റുമൊക്കെ വെക്കുമ്പോൾ അത് എയർ പൊല്യൂഷൻ ഉണ്ട്, നോയിസ് പൊല്യൂഷൻ ഉണ്ട്. അതേപോലെ തന്നെ എൻവയോൺമെന്റൽ വാട്ടർ പൊല്യൂട്ട് ചെയ്യുന്ന ഏരിയാസും ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള എൻവയോൺമെന്റൽ ഡീഗ്രഡേഷന് പറ്റിയ ഒരു കാര്യങ്ങളും റിന്യൂവബിൾ എനർജി സോഴ്സിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ എൻവയോൺമെന്റൽ കൺസേൺസ് നോക്കുമ്പോൾ ഗുഡ് ഫോർ എൻവയോൺമെന്റ് ബോത്ത് ലോക്കലി ആൻഡ് ഗ്ലോബലി, നോ എമിഷൻ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്, റിന്യൂവബിൾ എനർജി എമിറ്റ് നോ ഓർ ലോ എയർ പൊല്യൂട്ടൻ, ദാറ്റ് ഇസ് ബെറ്റർ ഫോർ അവർ ഹെൽത്ത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫ്രം ഒറിജിൻ എങ്ങനെയൊക്കെ നമുക്ക് റിന്യൂവബിൾ എനർജി റിസോഴ്സസ് അല്ലെങ്കിൽ നോൺ കൺവേർഷൻ എനർജി യൂട്ടിലൈസ് ചെയ്യാം, അന്ന് നമ്മളവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഒന്ന് സോളാർ, സെക്കൻഡ് വിൻഡ്, ടൈഡൽ, ജിയോ തെർമൽ എനർജി സോഴ്സസ് ആൻഡ് ലാസ്റ്റ് ബയോഗ്യാസ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള സെക്കൻഡ് മോഡ്യൂൾസ് തൊട്ട് സോളാർ, വിൻഡ് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ ചാപ്റ്ററിലായിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഓവറോൾ വ്യൂ മാത്രമേ നമ്മൾ ഈ ക്ലാസ്സിൽ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ബയോഗ്യാസിനെ കുറിച്ച് കുറച്ച് ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് സോളാർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു മീറ്റർ സ്ക്വയർ ഏരിയ സോളാർ ഫോട്ടോവോൾട്ടൈക് സിസ്റ്റം ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു മീറ്റർ സ്ക്വയർ ഏരിയക്കകത്ത് അവൈലബിൾ ആയിട്ടുള്ള സോളാർ റേഡിയേഷനിലെ ഇറാഡിയൻസ് വെച്ചിട്ട് നമുക്ക് ആൾമോസ്റ്റ് 1000 വാട്ട്സ് വരെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും, ഹാർവെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വേൾഡിലുള്ള ടോട്ടൽ അവൈലബിൾ സോളാർ എനർജി വെച്ചിട്ട് നമുക്ക് എത്രമാത്രം പവർ ജനറേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ആൾമോസ്റ്റ് 178 ബില്യൺ മെഗാവാട്ട്സ് ആണ്. അതിന്റെ ഒരു 0.1% മാത്രം മതി നമുക്ക് മൊത്തത്തിൽ സഫീഷ്യന്റ് ആവാൻ. അപ്പോൾ അത്രയും ടൈമിലുള്ള എനർജി അല്ലെ ഏരിയയിലുള്ള എനർജി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ലെങ്കിലും ആൾമോസ്റ്റ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ
റിക്വയർമെന്റ് മീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത് ഈ സോളാർ എനർജിയിൽ നിന്ന് നമുക്ക് ഹാർവെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് സോളാർ ഫോട്ടോ വോൾട്ടൈക് സിസ്റ്റംസ് ആണ് ഉപയോഗിക്കുന്നത്. കൂടാതെ ഈ ഡയറക്റ്റ് സൺലൈറ്റ് അല്ലാതെ തന്നെ നമുക്ക് തെർമൽ കൺവേർഷൻസ് ഉപയോഗിച്ചിട്ടും സോളാർ എനർജി ഹാർവെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് അതിൽ സോളാർ ഫോട്ടോ വോൾട്ടൈക് സെല്ല്. അപ്പോൾ ഒരു പവർ ഇലക്ട്രോണിക്സിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് ഫോട്ടോ വോൾട്ടൈക് സെൽസ്. ഇവിടെ നമ്മൾ പി എൻ ജംഗ്ഷൻസ് ഒക്കെ പഠിച്ചിട്ടുള്ളത് പോലെ തന്നെ ഒരു സെമി കണ്ടക്ടേഴ്സ് യൂട്ടിലൈസ് ചെയ്തിട്ട് സോളാർ സെൽസ് ഡിസൈൻ ചെയ്യുകയും ആ സെൽസ് ഉപയോഗിച്ചിട്ട് പാനൽസ് ഡിസൈൻ ചെയ്ത് ആ പാനൽസിൽ നമുക്ക് സോളാർ ഇറാഡിയേഷൻസ് ഡയറക്റ്റ് ആയിട്ട് മീറ്റ് ചെയ്യും, അതിനകത്തേക്ക് ഇൻസിഡന്റ് ചെയ്യുമ്പോൾ പുറത്തേക്ക് കിട്ടുന്നത് ഡയറക്റ്റ് ഇലക്ട്രിസിറ്റി ജനറേഷൻ ആണ്, ഡി സിയിലുള്ള. അങ്ങനെ സോളാർ ഫോട്ടോ വോൾട്ടൈക് പാനൽസിനെ നമുക്ക് ഇതിനകത്ത് യൂട്ടിലൈസ് ചെയ്ത് പവർ ജനറേറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി അങ്ങനെ പവർ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ മാത്രമാണ് ഇത്. ഒരു സോളാർ ഫോട്ടോ വോൾട്ടൈക് അറേ എന്ന് വെച്ച് കഴിഞ്ഞാൽ സോളാർ സെൽസിന്റെ ഒരു കോമ്പിനേഷൻ, അത് മോഡ്യൂൾസ് ആക്കും. മോഡ്യൂൾസിന്റെ ഒരു കോമ്പിനേഷൻ ആണ് സോളാർ അറേ എന്ന് പറയുന്നത്. ഈ അറേ നമുക്ക് എല്ലാ റൂഫ് ടോപ്സിലും ഉപയോഗിക്കാൻ പറ്റും. വളരെ മാസീവായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് കൊച്ചിൻ എയർപോർട്ടിൽ സിയാൽ തന്നെ അങ്ങനെ ചെയ്ത് നമുക്ക് മാതൃകയായി കാണിച്ചിട്ടുണ്ട്. അവിടുത്തെ ഫുൾ എനർജി റിക്വയർമെന്റ് അതിനകത്ത് മീറ്റ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഒരു സാധാരണ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള റിക്വയർമെന്റിന് വേണ്ടിയിട്ട് ഈ ഡി സി ഔട്ട്പുട്ട് നമ്മൾ എടുക്കുന്നു. ആ ഡി സി ഔട്ട്പുട്ട് നമ്മുടെ റിക്വയർമെന്റ്സിലുള്ള നമ്മുടെ കൺസ്യൂമർ പ്രോഡക്ട്സ് എല്ലാം തന്നെ എ സിയിൽ വർക്ക് ചെയ്യുന്നതായതുകൊണ്ട് അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ ഡി സിയെ നമുക്ക് ഇൻവെർട്ടറിലേക്ക് സപ്ലൈ ചെയ്യാം. ആ ഇൻവെർട്ടറിലേക്ക് സപ്ലൈ ചെയ്തിട്ട് ഇൻവെർട്ടർ ഡി സിയെ എ സി ആക്കി മാറ്റി നമ്മുടെ ഓരോ കൺസ്യൂമർ പ്രോഡക്ട്സിനും ആവശ്യമായിട്ടുള്ള രീതിയിൽ ടെർമിനൽസ് കൊടുത്ത് അവിടെ വർക്ക് ചെയ്യിക്കാൻ പറ്റും. ഇനി നമുക്ക് ആവശ്യമായുള്ളതിൽ കൂടുതലൊക്കെ ഈ സോളാർ പി വി പാനൽസ് അവൈലബിൾ ആണെങ്കിൽ ആ എനർജിയെ നമ്മൾ നമ്മുടെ റിക്വയർമെന്റ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതിന് നമ്മൾ ഡേ ടൈമിൽ കൂടുതലായിട്ട് ഉപയോഗിക്കാറില്ല, നൈറ്റ് ടൈമിലായിരിക്കും കൂടുതൽ ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന എക്സസ് എനർജി നമുക്ക് സ്റ്റോറേജ് ബാറ്ററി ഉപയോഗിച്ച് സ്റ്റോർ ചെയ്തിട്ട് നൈറ്റ് ടൈമിൽ അവിടെ നമുക്ക് സൺലൈറ്റ് അവൈലബിൾ അല്ലാത്ത കണ്ടീഷൻസിൽ ഈ സ്റ്റോറേജ് ബാറ്ററിയിൽ നിന്നെടുക്കുന്ന ഡി സിയും ഈ സെയിം ഇൻവെർട്ടറിൽ ഉപയോഗിച്ചിട്ട് എ സി ആക്കി നമുക്ക് ഓരോ സിസ്റ്റത്തിലേക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ അറേഞ്ച് ചെയ്തതിനാണ് നമ്മൾ പി വി പാനൽ, സോളാറിന്റെ പി വി പാനൽ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സോളാർ തെർമൽ എനർജി എങ്ങനെയെല്ലാം യൂട്ടിലൈസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന അറ്റ് പ്രസന്റ് ഉള്ള മെത്തേഡ്സിൽ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഒന്ന് സോളാർ വാട്ടർ ഹീറ്റിംഗ് സിസ്റ്റം, സെക്കൻഡ് സോളാർ ഡ്രൈയിങ് സിസ്റ്റം, സോളാർ ഡീസലൈനേഷൻ സിസ്റ്റം, സോളാർ കുക്കിംഗ് സിസ്റ്റം, ഡൊമസ്റ്റിക് പർപ്പസിന് വേണ്ടിയിട്ട് ഒക്കെ ഉപയോഗിക്കുന്ന സിസ്റ്റംസ്. ഇനി അതെങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. ഒന്ന് സോളാർ വാട്ടർ ഹീറ്റിംഗ് സിസ്റ്റം. ഈ വാട്ടർ ഹീറ്റിംഗ് സിസ്റ്റത്തിൽ നമുക്ക് വളരെ ചെറിയ ട്യൂബ്സ് വഴി കോൾഡ് വാട്ടർ കൊടുക്കുകയും അത് ഡയറക്റ്റ് സൺലൈറ്റിൽ നിന്ന് സണ്ണിന്റെ ഇറാഡിയേഷൻസിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ആ വാട്ടറിനെ ഹീറ്റാക്കി ആ ഹീറ്റ് ആവുന്ന വാട്ടർ ഇപ്പോൾ ബേസിലായിരിക്കും നമ്മൾ ഈ സോളാർ വാട്ടർ ഹീറ്റർ സിസ്റ്റത്തിന്റെ ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ കോൾഡ് വാട്ടർ ഇഞ്ചക്ട് ചെയ്യുന്നത്. അത് ഹീറ്റ് ആവുന്നതിനനുസരിച്ച് ട്യൂബ്സ് വഴി ഇത് ഹോട്ട് വാട്ടർ മുകളിലേക്ക് പോവുകയും ആ ഹോട്ട് വാട്ടറിന് നമ്മൾ ഒരു വെസൽസ് ഉപയോഗിച്ച് കണ്ടെയ്ൻ ചെയ്ത് അവിടെ നിന്ന് ആ തെർമൽ ഇൻസുലേഷൻസ് കൊടുത്ത് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പൊ ഇങ്ങനെ തെർമൽ സോളാറിന്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുത്ത് വാട്ടർ ഹീറ്റ് ചെയ്യുന്നതിന് വെച്ച് നോക്കുമ്പോൾ വളരെയധികം എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണിത്. അപ്പോൾ വളരെ മാസീവായിട്ട് ഇതിന്റെ നീഡ് വരുന്നത് മിക്കവാറും ഹോസ്പിറ്റൽസ് പോലെയുള്ള സ്ഥലങ്ങളിലായിരിക്കും. അവിടെയൊക്കെ അവരുടെ ഇലക്ട്രിസിറ്റി കൺസംഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ സാധാരണ വീടുകളിൽ കൺസംഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും വളരെ എഫിഷ്യന്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് സോളാർ വാട്ടർ ഹീറ്റിംഗ് സിസ്റ്റം. ഇനി നെക്സ്റ്റ്, സോളാർ ഡ്രൈയിങ് സിസ്റ്റം. നമുക്ക് ആവശ്യമായിട്ടുള്ള ക്രോപ്സിന്റെ റെസിഡിയോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളോ അല്ലെങ്കിൽ വിത്തുകൾ പോലെയുള്ള എന്തെങ്കിലുമൊക്കെ ഡ്രൈ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് സോളാറിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനൊരു സോളാർ റേഡിയേഷൻസിന് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു ഗ്ലാസ് പാനൽ അല്ലെങ്കിൽ പോളിത്തീൻ കവർ പോലെയുള്ള ഒരു ഷീറ്റ് ആദ്യം നമ്മളിവിടെ ഉപയോഗിക്കും. അപ്പോൾ ഈ ഗ്ലാസ് പാനലിലൂടെ ഈ സോളാർ റേഡിയേഷൻ കടന്നു പോകുമ്പോൾ അതിനൊരു ഇൻസിഡന്റ് റേസ് എന്ന് പറയുന്നത് അതിന്റെ വേവ് ലെങ്ത് തീരെ കുറവാണ്. അപ്പൊ അങ്ങനെയുള്ള ലോ വേവ് ലെങ്തിലുള്ള റേഡിയേഷൻസ് ഗ്ലാസ് പാനൽ ഉള്ളിലേക്ക് കടന്നു പോകും വളരെ പെട്ടെന്ന് തന്നെ. അപ്പൊ അതിനകത്തേക്ക് കടക്കുമ്പോൾ തന്നെ അതിനകത്ത് കുറച്ച് അബ്സോർപ്ഷൻ കുറച്ച് സ്കാറ്ററിംഗ് എല്ലാം വന്നതിന് ശേഷം ഈ റേഡിയേഷൻസിന്റെ വേവ് ലെങ്ത് ഹൈ ആവും. ഈ ഹൈ വേവ് ലെങ്ത് ആയിട്ടുള്ള ഈ റേഡിയേഷൻസ് തിരിച്ച് ഈ ഗ്ലാസ് വഴി പുറത്തേക്ക് പോകില്ല.
അങ്ങനെ ഈ സോളാർ റേഡിയേഷൻസിനെ നമ്മൾ എന്ത് ചെയ്യും, ഇതിനകത്ത് ട്രാപ്പ് ചെയ്താണ് ഇതിനകത്ത് ഇൻബിൽറ്റ് ആയിട്ട് അതിനകത്ത് ഏരിയാസിൽ ഇൻബിൽറ്റ് ആയിട്ടുള്ള ഏരിയാസിൽ നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ സോളാർ റേഡിയേഷൻസിനെ നമ്മൾ ട്രാപ്പ് ചെയ്ത് ഉപയോഗിക്കുന്നു. ആ റേഡിയേഷൻസിനെ അല്ലെങ്കിൽ ആ ഈ ഇന്നർ ഏരിയ മൊത്തത്തിൽ അത് ചൂടാക്കും. ആ ചൂടിന് നമ്മൾ എന്ത് ചെയ്യും, ഡ്രയറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. അപ്പൊ ഹോട്ട് എയറിനെ ഒന്ന് സർക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ഇൻലെറ്റ് പോർഷനും ഒരു ഔട്ട്ലെറ്റ് പോർഷൻ, അതിലൂടെ വളരെ ചെറുതായിട്ട് ഒരു സർക്കുലേഷൻ പോകുമ്പോൾ ഇവിടെ നമ്മൾ ചേമ്പേഴ്സ് ആയിട്ട് അറേഞ്ച് ചെയ്യും. ഒരു ചേമ്പറിലൂടെ കടന്ന് അടുത്ത ചേമ്പറിൽ കടന്ന് അപ്പൊ എന്തുമാത്രം പ്രോസസ്സ് അതിനകത്ത് നമ്മൾ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എന്തെല്ലാം സാധനങ്ങൾ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ടോ അതെല്ലാം തന്നെ വളരെ പെട്ടെന്ന് ഡ്രൈ ആയിട്ട് കിട്ടാനുള്ള സാഹചര്യമുണ്ട്. അപ്പൊ ഇങ്ങനെ നമുക്ക് സോളാർ ഡ്രൈയിങ് സിസ്റ്റം ഉപയോഗിക്കാൻ പറ്റും. നെക്സ്റ്റ് സോളാർ ഡീസാലൈനേഷൻ സിസ്റ്റം. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള പ്യുവർ വാട്ടർ ലഭിക്കാൻ സാധ്യത വളരെ കുറവുള്ള ഏരിയാസിൽ വളരെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടർ, ഇവിടെ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് സീ വാട്ടറാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ആ സീ വാട്ടറിനെ നമുക്ക് ഇതുപോലെയുള്ള ഒരു ചേമ്പറിനുള്ളിലേക്ക് ആദ്യം നമ്മൾ കൊണ്ടുവരും. അതിനുശേഷം സോളാർ റേഡിയേഷൻസ് നേരത്തെ പറഞ്ഞ പോലെ റേഡിയേഷൻസിന്റെ ഹീറ്റിനെ വേവ് ലെങ്ത് വലുതാക്കി നമ്മൾ ഇതിനകത്തേക്ക് ട്രാപ്പ് ചെയ്ത് ഇതിനകത്ത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. ഇതിനകത്ത് ആൾറെഡി നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ള വാട്ടറിന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് സ്റ്റീമായിട്ട് മാറും. ആ സ്റ്റീമിനെ നമ്മൾ ഇതേ ഗ്ലാസിന്റെ പോർഷനിൽ ട്രാപ്പ് ചെയ്തിട്ട് ഒരു ഇൻക്ലിനേഷൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുവഴി കിട്ടുന്ന വാട്ടറിനെ നമ്മൾ ഫ്രഷ് വാട്ടർ ആയിട്ട് സ്റ്റോർ ചെയ്യും. ബാക്കി സെഡിമെന്റേഷൻസ് നമുക്ക് അതുവഴി റിമൂവ് ചെയ്യാനും പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള സിസ്റ്റം ഉപയോഗിച്ചിട്ട് പ്യുവർ വാട്ടർ ഹ്യൂമൻ ബീങ്സിന് അവൈലബിൾ ആക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് സോളാർ ഡീസാലിനേഷൻ സിസ്റ്റം. നെക്സ്റ്റ് നമുക്ക് പരിചയമുള്ള ഒന്നാണ് സോളാർ കുക്കിംഗ് സിസ്റ്റം. അവിടെയും ഇതേപോലെ തന്നെ സോളാർ റേഡിയേഷൻസ് ഒരു ഗ്ലാസ് ടെർമിനുള്ളിലേക്ക് ആക്കി അതിനകത്ത് വെച്ചിരിക്കുന്ന പാചകത്തിന് ഉപയോഗിക്കുന്ന പാത്രങ്ങൾക്ക് സറൗണ്ടിങ്സിലെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയും അതുപോലെ യു വി റേഡിയൻസ് വരുമ്പോൾ അതിനകത്ത് ഇരിക്കുന്ന മെറ്റീരിയൽസിനെ വൈബ്രേറ്റ് ചെയ്യിക്കാനുള്ള ഒരു കഴിവും കൂടി അതിനകത്തുണ്ട്. അപ്പൊ അത് യൂട്ടിലൈസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പർപ്പസിനെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാം. അത് തന്നെ ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടേഴ്സും ഉണ്ട്, അതുപോലെ കോൺസെൻട്രേറ്റ് ആയിട്ടുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫോക്കസ് പോയിന്റിലേക്ക് സോളാർ റേഡിയേഷൻസിനെ കംപ്ലീറ്റ് ഫോക്കസ് ചെയ്ത് കൊണ്ടുവന്ന് അവിടുത്തെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് ആ ഇൻക്രീസ്ഡ് ടെമ്പറേച്ചറിനകത്ത് കുക്കിംഗ് സാധ്യമാക്കുന്ന മെത്തേഡാണ് സോളാർ കുക്കിംഗ് സിസ്റ്റം. നെക്സ്റ്റ് വിൻഡ് എനർജി. സെക്കൻഡ് ടൈപ്പ് ഓഫ് എനർജി റിസോഴ്സസ് ആണ് വിൻഡ് എനർജി. അപ്പോൾ ആൾമോസ്റ്റ് വളരെ വലിയ ഒരു ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡേറ്റാസ് ആണ് ആൾമോസ്റ്റ് വിൻഡ് എനർജിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേൾഡ് വൈഡിൽ കിട്ടുന്നത്. അപ്പോൾ ഏകദേശം ഒരു 10 വർഷത്തെ 2008 മുതൽ 2018 വരെയുള്ള കാലഘട്ടത്തിൽ നോക്കുമ്പോൾ 100 ജിഗാവാട്ടിൽ നിന്ന് ഏകദേശം 600 ജിഗാവാട്ടോളം ഡെവലപ്മെന്റ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 500 ജിഗാവാട്ടിന്റെ ഇൻസ്റ്റലേഷൻ വിൻഡ് എനർജിയെ സംബന്ധിച്ചിടത്തോളം അവൈലബിൾ ആണ്. അപ്പൊ സോളാറിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് നമുക്ക് പരിചിതമായതുപോലെ തന്നെ ഡേ ടൈമിൽ മാത്രമേ അവൈലബിൾ ആകുന്നുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ വിൻഡ് എനർജി ഒന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വിൻഡ് എനർജി അവൈലബിൾ ആയിട്ടുള്ള ഏരിയാസിൽ മിക്കവാറും ത്രൂ ഔട്ട് ദ ഡേ 24 hours കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിനെ ഹാർവെസ്റ്റ് ചെയ്യാൻ ഉള്ള മെത്തേഡ്സ് ആണ് വിൻഡ് എനർജി കൺവേർഷൻ സിസ്റ്റം. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇനിഷ്യലി ഏതെങ്കിലും ഒരു ഏരിയയിൽ നമുക്ക് വിൻഡിന്റെ ഡയറക്ഷനും വെലോസിറ്റിയൊക്കെ മാക്സിമം കിട്ടുന്ന ഏരിയാസിൽ അത് നമ്മൾ അതിന്റെ ഡേറ്റാസ് കളക്ട് ചെയ്യും. ആ ഡേറ്റാസ് കളക്ട് ചെയ്തതിന് ശേഷം അവിടെ നമ്മൾ വിൻഡ് മില്ലുകൾ സ്ഥാപിക്കും. ആ വിൻഡ് മില്ലുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളതൊക്കെ പോലെ തന്നെ അതിന്റെ റോട്ടോർ ബ്ലേഡ്സ് ഉണ്ട്. ആ ബ്ലേഡ്സ് ഈ വിൻഡിന് അഭിമുഖമായിട്ട് വെക്കുകയും ആ കിട്ടുന്ന ഫോഴ്സ് ഉപയോഗിച്ച് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ റൊട്ടേഷൻ ഒരു ജനറേറ്റർ ഉപയോഗിച്ച് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന പവർ യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യും. പക്ഷേ വിൻഡ് സ്പീഡ് പലപ്പോഴും ഒരേ ലെവലിലാകണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള വിൻഡ് എനർജിയെ ഗിയർ മെക്കാനിസം ഉപയോഗിച്ചിട്ട് നമ്മുടെ ജനറേറ്ററിന് റിക്വയർഡ് ആയിട്ടുള്ള ഒരു RPM സ്പീഡിലേക്ക് എപ്പോഴും കൊണ്ടുവരാൻ ശ്രമിക്കും. അങ്ങനെ ആ ജനറേറ്ററിന് ആൾമോസ്റ്റ് ഒരു സ്പീഡിലേക്ക് റൊട്ടേറ്റ് ചെയ്യിച്ചിട്ട് ആ കിട്ടുന്ന ജനറേറ്ററിന്റെ ഔട്ട്പുട്ടിനെ നമുക്ക് സ്റ്റോർ ചെയ്യുകയും ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ഗ്രിഡിലേക്ക് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ലോക്കൽ പീപ്പിൾസിന് ആവശ്യമായിട്ടുള്ളവർക്ക് അത് സപ്ലൈ ചെയ്യുകയും ചെയ്യാം. അപ്പൊ ഇത് വിൻഡ് മില്ലിനകത്തുള്ള ഒരു ചെറിയൊരു പാർട്ടുകൾ, ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ. അഥവാ വിൻഡിന്റെ ഡയറക്ഷൻ, അതിന്റെ ബ്ലേഡ്സ്, ആ ബ്ലേഡ്സിനനുസരിച്ചിട്ട് ഇതിനെ ഈ സ്പീഡിന് വേരിയബിൾ സ്പീഡിനെ ഒന്ന് കോൺസെൻട്രേറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഗിയർ മെക്കാനിസംസ്, ഗിയർ മെക്കാനിസത്തിനോടൊപ്പം കണക്ട് ചെയ്തിട്ടുള്ള ജനറേറ്ററിന്റെ അതുപോലെ തന്നെ വിൻഡിന്റെ ഡയറക്ഷനിലേക്ക് ഇവരെ ഈ ബ്ലേഡ്സിനെ റൊട്ടേറ്റ് ചെയ്യുന്നതിനും അല്ലെങ്കിൽ ഈ ഹോൾ സിസ്റ്റം, ഇതിന് നേസൽ എന്നാ പറയുന്നത്, ആ നേസല് മൊത്തത്തിൽ ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസ് അതിനകത്തുണ്ട്. ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജിയെ നമ്മൾ
പവർ ഇലക്ട്രോണിക്സിന്റെ കമ്പോണൻസിന്റെയൊക്കെ സഹായത്തോടു കൂടി വോൾട്ടേജിലെ വേരിയേഷൻസ് ഒക്കെ വരുത്തി നമ്മൾ ഏറ്റവും അടുത്ത ലോക്കൽ പീപ്പിൾസിന് ആവശ്യമായിട്ടുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഈ ഹാർവെസ്റ്റ് ചെയ്യുന്ന ഏരിയയിൽ നിന്നും നമ്മൾ ഗ്രിഡിലേക്ക് സപ്ലൈ ചെയ്യും. ഇങ്ങനെ നമുക്ക് വിൻഡ് എനർജി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ടൈഡൽ എനർജി. അപ്പോൾ ഹൈ ടൈഡും ലോ ടൈഡും നമുക്ക് ആൾറെഡി നോളേജ് ഉള്ള ഒന്നാണ്. എന്ന് വെച്ചാൽ വേലിയേറ്റം, വേലിയിറക്കം. അപ്പൊ ഇതിനെയും നമ്മൾ ഈ ഒരു പ്രതിഭാസത്തെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രതിഭാസത്തിനെയും നമ്മൾ മിക്കവാറും കേസസിൽ യൂട്ടിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫിഗറാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ മാർക്ക് ചെയ്തിട്ടുള്ള പോലെ ഒരു അവൈലബിൾ ഹെഡ് കിട്ടുന്നത്. ഇപ്പോൾ ഹൈ ടൈഡിൽ സമയം നമുക്ക് കടൽ തീരത്ത് നിന്ന് ഏകദേശം ഇത്രത്തോളം ഹെഡിൽ വാട്ടറിന്റെ അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ അവിടെ നമ്മളൊരു ചെറിയ ടൈഡൽ ബാരേജ് നിർമ്മിക്കും. ഈ ബാരേജിന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മറ്റു സൈഡ് വാസ്റ്റ് ഏരിയയിലേക്ക് വാട്ടർ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒന്നായിരിക്കും. അപ്പൊ ഈ ഹൈ ടൈഡ് സമയത്ത് ഇതിന്റെ ഗേറ്റ്സ് അല്ലെങ്കിൽ സ്ലൂയിസ് ഗേറ്റ്സിന് ഓപ്പൺ ചെയ്തിട്ട് ഈ വാട്ടറിനെ നമ്മൾ ഇതിനകത്തേക്ക് പ്രവേശിപ്പിച്ച് നിർത്തും. അപ്പൊ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാം. എന്നിട്ട് അല്ലെങ്കിൽ ആ ടൈമിൽ ജനറേറ്റ് ചെയ്യുന്നത് ഉപയോഗിക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ വാട്ടറിനെ മാത്രം അവൈലബിൾ ആക്കാം. എന്നിട്ട് ആ ഒരേ ലെവൽ ആയി കഴിയുമ്പോൾ ഈ സ്ലൂയിസ് ഗേറ്റ്സിനെ നമ്മളങ്ങ് ക്ലോസ് ചെയ്യും. ക്ലോസ് ചെയ്തിട്ട് ഈ ടൈഡ്സ് തിരിച്ച് താഴേക്ക് പോകുമ്പോൾ വലിയ ഇറക്ക സമയത്ത് ഈ വാട്ടർ ഹീറ്റ് ടൈഡൽ ബേസിനുള്ളിൽ ഹൈയും നമ്മുടെ പുറത്ത് സീ ലെവൽ വളരെ താഴുകയും ചെയ്യുന്ന സമയത്ത് ഈ ബേസിനകത്ത് സ്റ്റോറേജ് ചെയ്തിരിക്കുന്ന വാട്ടറിനെ നമ്മൾ എന്ത് ചെയ്യും, തിരിച്ച് കടലിലേക്ക് ഒഴുക്കി വിട്ടിട്ട് ആ സമയത്ത് നമ്മൾ ജനറേറ്റ് ചെയ്യും. അപ്പൊ ഇങ്ങനെ വേലിയേറ്റം, വേലിയിറക്കം അല്ലെങ്കിൽ ഹൈ ടൈഡും ലോ ടൈഡിന്റെയും പ്രതിഭാസത്തെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ടൈഡൽ എനർജി റിസോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു എക്സാമ്പിൾ ആണ്. കാനഡയിലുള്ള 20 മെഗാവാട്ടിന്റെ ഒരു പവർ ജനറേഷന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ നമുക്കൊരു ബേസിനും ഇതൊരു സീ ലെവലാണ്. അപ്പൊ ബേസിന് സ്റ്റോർ ചെയ്തിരിക്കുന്ന വാട്ടറിനെ പവർ ഹൗസ് വഴി ജനറേറ്റ് ചെയ്തിട്ട് കുറേശ്ശെ വെള്ളം പുറത്തേക്ക് വിടുന്ന ഒരു ഫിഗറാണ് ഈ മാർക്ക് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ജിയോ തെർമൽ എനർജി സോഴ്സസ്. അപ്പോൾ ജിയോ തെർമൽ എനർജി റിസോഴ്സസ് എന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഗൈസറുകൾ പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോട്ട് ആയിട്ടുള്ള ടെമ്പറേച്ചർ, വളരെയധികം വലിയ ടെമ്പറേച്ചറുകൾ അവൈലബിൾ ആയിട്ടുള്ള, അതുപോലെ വോൾക്കാനിക് ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നതിനൊക്കെ അടുത്തൊക്കെ ഇതുപോലെയുള്ള ഏരിയാസ് ഉണ്ടാവും. അവിടെ നമ്മൾ എന്ത് ചെയ്യും, വാട്ടറിനെ ആ താഴേക്ക് അല്ലെങ്കിൽ ഏകദേശം 1-2 മൈൽ ഉള്ളിലേക്ക് നമ്മൾ വാട്ടറിനെ ട്യൂബ്സ് വഴി കൊണ്ടുപോവുകയും അവിടെ വെച്ചിട്ട് വാട്ടറിന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് പുറത്ത് സ്റ്റീമാക്കി മാറ്റി ആ സ്റ്റീമിനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്ത് എനർജി ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഒരു സിസ്റ്റമാണ് ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഈ പ്രതിഭാസങ്ങൾ അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചർ വളരെ അടുത്ത് തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഏരിയാസിൽ നമ്മൾ കൂൾഡ് വാട്ടറിനെ താഴേക്ക് കൊണ്ടുപോകും. അവിടെ നിന്ന് അതിന്റെ ഹൈ പ്രഷറിലുള്ള ടെമ്പറേച്ചർ കൂടിയ വാട്ടർ അത് പുറത്തേക്ക് വരുമ്പോൾ അത് സ്റ്റീമായി മാറും. അങ്ങനെയുള്ള സ്റ്റീമിനെ സ്റ്റീം ടർബൈൻസ് ഉപയോഗിച്ച് റൊട്ടേറ്റ് ചെയ്യിക്കും. ആ സ്റ്റീം ടർബൈനിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ആ ഷാഫ്റ്റിൽ തന്നെ കണക്ട് ചെയ്തിട്ടുള്ള ഇലക്ട്രിക് ജനറേറ്റർ ജനറേറ്റ് ചെയ്യുകയും ആ പവറിനെ നമ്മൾ യൂട്ടിലിറ്റി ഗ്രിഡുകളിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അപ്പൊ ഇങ്ങനത്തെ ഒരു സിസ്റ്റമാണ് നമ്മുടെ ജിയോ തെർമൽ എനർജി റിസോഴ്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ്, അപ്പോൾ ഇതുവരെ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസോ അതുപോലെ എക്സ്പ്ലനേഷന്റെ ആവശ്യമുണ്ടോ എങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. അതിനകത്തൊരു ക്വസ്റ്റ്യനെ വന്നിട്ടുള്ളത്, അത് വിൻഡ് മില്ല് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറങ്ങിയാൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ എന്നൊരു കുട്ടിയുടെ സംശയം. അപ്പോ ജനറേറ്ററുകൾ ജനറേറ്റ് ചെയ്യുന്നതിന് ഒരു ഡയറക്ഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ വിൻഡ് മില്ലുകളുടെ ഡയറക്ഷൻസിലെയും മാർക്ക് ചെയ്തിട്ട് അതിനാവശ്യമായിട്ടുള്ള ഡയറക്ഷൻ എന്ന് വെച്ചാൽ ഗിയർ മെക്കാനിക്സ് ഉപയോഗിക്കുമ്പോൾ ഇത് രണ്ടും പോസിബിൾ ആണ്. അപ്പോൾ നോർമലി വിൻഡ് ഉള്ള ഡയറക്റ്റ് ഒരേ ഡയറക്ഷൻ ആണ്. അപ്പോൾ അഥവാ മാറിക്കഴിഞ്ഞാൽ അതിന് നമുക്ക് ഗിയർ മെക്കാനിസംസ് ഉപയോഗിച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സാറേ, അത് നമ്മുടെ ഈ സോളാർ കുക്കിംഗ് നമുക്ക് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടാക്കുമോ എന്നൊരു സംശയം. സോളാർ കുക്കിംഗ് നമുക്ക്
ഒരു പുറത്താണ് വെക്കുന്നത്. അതുപോലെ തന്നെ സോളാർ കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ടെമ്പറേച്ചർ വളരെ ഹൈ ആയിട്ട് അവൈലബിൾ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് കിട്ടുന്ന ഭാഗത്ത് വളരെ ഹൈ ആയിട്ട് വരാറുണ്ട്. അപ്പോൾ അത് നമുക്കൊരു വളരെ ഡേഞ്ചർ അല്ല. അത്രയും ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ യൂട്ടൻസിൽസ് ഉപയോഗിച്ചിട്ട് നമുക്ക് പാചകം ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്ന് വിചാരിച്ചിട്ട് ഒരു എക്സ്പ്ലോഷൻ ലെവലിലേക്കൊന്നും സോളാർ എനർജിയുടെ ആ ഭാഗത്തേക്ക് പോകില്ല. പക്ഷെ ടെമ്പറേച്ചർ വളരെ ഹെവി ആയിട്ട് അത് ഫോക്കസ് ചെയ്യുന്ന ഏരിയാസിൽ കിട്ടാറുണ്ട്. എന്നുവെച്ചാൽ പാചകത്തിന് എന്തായാലും 100 ഡിഗ്രിക്ക് മുകളിൽ എന്തായാലും വേണമല്ലോ. അപ്പൊ അത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പോയി ഹാൻഡിൽ ചെയ്യുന്നത് ശരിക്ക് ഒരു പ്രശ്നം തന്നെയാണ്. സാർ, ഒരു ചോദ്യം ഉള്ളത്, നോർമലായിട്ട് നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന സോളാർ സെല്ലിന് റേറ്റിംഗ് വോൾട്ടേജ് പവർ റേറ്റിംഗ് എത്രയായിരിക്കും എന്ന് ചോദ്യം. അപ്പൊ നോർമലി ശരിക്കും ഒരു സിംഗിൾ സെല്ല് ആൾമോസ്റ്റ് ഒരു 0.5 വോൾട്ടേ നമുക്ക് തരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ റിക്വയർമെന്റ് മീറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഈ സിംഗിൾ സോളാർ സെൽസിനെ നമ്മൾ സീരീസ് ആയി പാരലായിട്ട് ചെയ്തിട്ട് അതിന്റെ വോൾട്ടേജ് റേറ്റിംഗ്സും കറണ്ട് റേറ്റിംഗ്സും ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു സെല്ലിനെ ഇങ്ങനെ സ്ട്രിങ് ആയിട്ട് കണക്ട് ചെയ്ത് അതിനൊരു മോഡ്യൂൾസ് ആക്കും. ആ മോഡ്യൂൾസിനെല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ പാനലാക്കി മാറ്റും. അതങ്ങനെ മാറ്റിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള വോൾട്ടേജും കറണ്ട്, ഇപ്പോൾ 12 വോൾട്ട് അതുപോലെ 200 വാട്ട്സ് 200 to 400 വാട്ട് റേഞ്ച് വരെ നമുക്ക് പാനൽസ് അവൈലബിൾ ആണ്. സാറേ, ജിയോ തെർമൽ ഒന്നുകൂടെ പറയാമോ എന്ന് ചോദിക്കുന്നു. ജിയോ തെർമൽ എനർജിയുടെ ഏരിയ. ഓക്കെ 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 ജിയോ തെർമൽ നമ്മുടെ എർത്തിന്റെ ക്രസ്റ്റില് വളരെയധികം ഹൈ ടെമ്പറേച്ചർ ഉള്ള ഏരിയാസിൽ മാത്രമേ ഇത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നോർമലി ഒരു 1-2 മൈൽസ് നമുക്ക് പൈപ്പ് വഴി അകത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഹൈ ടെമ്പറേച്ചർ കിട്ടാൻ സാധ്യതയുള്ള ഏരിയാസിൽ നമ്മൾ ഇതേപോലെ വാട്ടറിനെ ഇഞ്ചെക്ട് ചെയ്യും. അപ്പോൾ ആ ഗ്രൗണ്ട് സർഫസിൽ എന്ന് വെച്ചാൽ നമ്മുടെ റിക്വയർഡ് ടെമ്പറേച്ചർ കിട്ടുന്ന സർഫസിൽ മാക്സിമം ടെമ്പറേച്ചർ കൊണ്ട് ഈ വെള്ളം എന്ത് ചെയ്യും, സ്റ്റീമായിട്ട് മാറും. അപ്പൊ ഹൈ പ്രഷർ, അപ്പൊ പ്രഷർ കൂടിയിരിക്കുകയാണെങ്കിൽ സ്റ്റീം വാട്ടർ ആയിട്ട് തന്നെ തിരിച്ചു വരും. പക്ഷെ പുറത്തേക്ക് വരുമ്പോൾ ഇത് കംപ്ലീറ്റ്ലി നല്ല ഹെവി ടെമ്പറേച്ചറുള്ള സ്റ്റീമായിട്ട് മാറും. ആ സ്റ്റീമിന്റെ ഹൈ പ്രഷറിനെ നമുക്ക് ടർബൈൻസ് ഉപയോഗിച്ചിട്ട്, അത് വെച്ച് കഴിഞ്ഞാൽ സ്റ്റീം ടർബൈൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ റൊട്ടേറ്റ് ചെയ്യിക്കാൻ പറ്റും. ആ റൊട്ടേറ്റ് ചെയ്യിച്ചിട്ട് ആ സ്റ്റീമിൻ ടർബൈനിന്റെ റൊട്ടേഷൻ കണക്ട് ചെയ്തിരിക്കുന്ന ഷാഫ്റ്റ് സെയിം ആയിട്ട് ഇലക്ട്രിക് ജനറേറ്ററിലും കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ജനറേറ്ററിൽ നമുക്ക് ജനറേഷൻ പർപ്പസ് ബാക്കി ഒരു മെത്തേഡ്സ് ഉപയോഗിക്കാതെ, സാധാരണ നമുക്ക് ഈ ടർബൈനിൽ ഇവിടെ നമുക്ക് വാട്ടർ ആണെങ്കിൽ വാട്ടർ പെൽറ്റൻ ടർബൈൻസ് പോലും അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത് സ്റ്റീം ടർബൈൻ ആണെന്ന് മാത്രം. സ്റ്റീം ടർബൈൻ റൊട്ടേറ്റ് ചെയ്ത് ആ ഷാഫ്റ്റും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സെയിം ഷാഫ്റ്റ് കണക്ട് ചെയ്തിരിക്കുന്ന ഇലക്ട്രിക് ജനറേറ്ററും റൊട്ടേറ്റ് ചെയ്യിച്ചിട്ട് നമുക്ക് അതിന്റെ പവർ ജനറേറ്റ് ചെയ്ത് നമ്മുടെ ലോഡുകളിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. സാർ, ഒരു ചോദ്യം, സോളാർ സെല്ലിന്റെ ലൈഫ് സ്പാൻ എത്രയായിരിക്കും ഒരു ചോദ്യം കൂടി വന്നിട്ടുണ്ട്. സോളാർ സെല്ലിന്റെ സോളാർ പാനലിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ എന്ന് പറയുന്നത് ആൾമോസ്റ്റ് 17 to 90 ആണ്. മാക്സിമം നമുക്ക് 23 വരെ കിട്ടത്തുള്ളൂ. അപ്പൊ ഈ പാനൽസിന് ഹൈ കോസ്റ്റ് ആണ്. പാനൽസിന്റെ പവർ ജനറേഷനും തീരുമാനിക്കുന്നത് അതിന്റെ മുകളിൽ കിട്ടുന്ന, സോളാർ പാനലിന്റെ മുകളിൽ കിട്ടുന്ന ഇറാഡിയൻസിന്റെ ലെവലാണ്. അപ്പോൾ ആ ഇറാഡിയൻസ് അതിന്റെ മണ്ടയിൽ ഡേർട്ടും മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ എഫിഷ്യൻസി തീരെ കുറയും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ പീരിയോഡിക് ആയിട്ട് അതിനൊന്ന് ക്ലീൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. അറ്റ്ലീസ്റ്റ് ഒരു 6 months ഇടയ്ക്കെങ്കിലും ഒന്ന് ക്ലീൻ ചെയ്യുന്നത് അതിന്റെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. കൂടാതെ ലൈഫ് എന്ന് പറയുന്നത് ആൾമോസ്റ്റ് 20 to 25 years ഒരു പാനൽ നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കൂടുതലാണെങ്കിലും ലൈഫ് അതിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതാണ്. അപ്പൊ അത്രയും കാലം നമുക്ക് ഒരു പ്രാവശ്യം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് ആണ്. സാറ് വേറെ എന്തെങ്കിലും സംശയം? ഇലക്ട്രിക് വെഹിക്കിളിൽ ഇത് ഉപയോഗിക്കാവോ എന്നൊരു ചോദ്യം ഉണ്ട്. പക്ഷെ അത് റിലവന്റ് ആണോ എന്ന് തോന്നുന്നില്ല. എങ്കിലും സാറിന്റെ ഒരു കമന്റ്. ഇലക്ട്രിക് വെഹിക്കിള് അതിന്റെ നമുക്ക് ഹാർവെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന എമൗണ്ട് തീരെ കുറവാണ്. കൂടാതെ നമുക്ക് ഇലക്ട്രിക് വെഹിക്കിൾസ് കൂടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പൊല്യൂഷൻ കുറയ്ക്കാം എന്നുണ്ടെങ്കിലും അറ്റ് പ്രസന്റ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൾമോസ്റ്റ് ഏകദേശം 56 to 60% അടുപ്പിച്ചോളം തെർമൽ പവർ പ്ലാന്റ് ഇനി ഉപയോഗിക്കാൻ വരുമ്പോൾ ആ ഇലക്ട്രിക് വെഹിക്കിളിന് ആവശ്യമായിട്ടുള്ള പവർ ജനറേഷൻ
കുറച്ചൊക്കെ അവൈലബിൾ ആണ്. എങ്കിലും ആൾ ഇന്ത്യ ലെവലിൽ നോക്കുമ്പോൾ അത് വർക്ക് ചെയ്യുന്നത് മൂവ്മെന്റ് നടന്നേ പറ്റും. അപ്പൊ അങ്ങനെയുള്ള എനർജി അവൈലബിൾ ആക്കി അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു പൊല്യൂഷൻ ലെവലിനെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ലൊരു ക്വസ്റ്റ്യൻ ഉണ്ട് സാറേ. ഈ പറഞ്ഞതിൽ ഏതിനാണ് ഏറ്റവും കൂടുതൽ എഫിഷ്യൻസി ഉള്ളതെന്നൊരു സംശയമുണ്ട്. ഏതാണ് സാറേ? ഏതാണ് റിസോഴ്സസിൽ ഏറ്റവും നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ളത് ഏതാണ്? ഇത് ആൾമോസ്റ്റ് സോളാർ പവർ പാനൽസ് നമുക്ക് ടൈം അല്ലെങ്കിൽ ലാർജ് ഏരിയ വേണമെങ്കിലും ഉപയോഗിക്കുന്ന പവർ പ്രൊഡക്ഷൻ കൊണ്ടിട്ട് സോളാർ എഫിഷ്യന്റ് മെത്തേഡായിട്ട് ഉപയോഗിക്കാം. പിന്നെ രണ്ടാമതുള്ളത് വിൻഡിന്റെ അവൈലബിലിറ്റി മാക്സിമം ഉള്ള ഏരിയയിലാണെങ്കിൽ അവിടെ വിൻഡ് പവർ സിസ്റ്റംസ് മാത്രമേ എഫിഷ്യന്റ് ആയിട്ട് കിട്ടത്തുള്ളൂ നമുക്ക്. ഇപ്പൊ എല്ലായിടത്തും വിൻഡ് അവൈലബിൾ ആണോന്നില്ല, പക്ഷെ സോളാർ റേഡിയേഷൻസ് ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും കിട്ടുന്നതാണ്. പക്ഷെ വാസ്റ്റ് ഏരിയയിൽ നമ്മളത് പ്ലേസ് ചെയ്യേണ്ടി വരും. സാറേ നമുക്ക് അടുത്ത സെഷനിലേക്ക് പോയാലോ? അടുത്ത സെഷനിലേക്ക് സാർ നമുക്ക് കണ്ടിന്യൂ ചെയ്യാമോ? കണ്ടിന്യൂ ചെയ്യാം സാർ, അതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പം പാനലിസ്റ്റുകൾ എല്ലാവരും മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യുക. ഗുരുപ്രസാദ് സാർ, യു ക്യാൻ കണ്ടിന്യൂ. ശരി ശരി, ഓക്കെ. ഓക്കെ സാർ, ഓക്കെ. അതുപോലെ ഹൈഡ്രജൻസ് തന്നെയുള്ള എല്ലാ ഉപയോഗിച്ചാണ് നമുക്ക് ബയോഗ്യാസ് എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഈ ബയോഗ്യാസ് കൺവേർഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സ് എന്ന് പറയുന്നത് നമുക്ക് അഗ്രികൾച്ചറൽ വേസ്റ്റ് ഉപയോഗിക്കാം, അതുപോലെ ഔഡങ് പോലെയുള്ളത്, അല്ലെങ്കിൽ ചിക്കൻ ഡ്രോപ്ലെറ്റ്സ്, അതുപോലെ പ്ലാന്റിന്റെ വേസ്റ്റ് മെറ്റീരിയൽസ്, അതുപോലെ സീവേജ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചിട്ട് നമുക്ക് ബയോഗ്യാസ് കൺവേർഷൻസ് നടക്കും. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് അനേറോബിക് ഡൈജഷൻ ആണ്. അപ്പോൾ അനേറോബിക് ഡൈജഷൻ എന്ന് പറയുന്നത് ഓക്സിജന്റെ പ്രസൻസ് ഇല്ലാതെ തന്നെ ബാക്ടീരിയ നടത്തുന്ന ഡൈജസ്റ്റീവ് പ്രോസസ്സിനെയാണ് നമ്മൾ അനേറോബിക് ഡൈജഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രോസസ്സാണ് ബയോഗ്യാസ് പ്ലാന്റുകളിൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓർഗാനിക് വേസ്റ്റുകളെല്ലാം തന്നെ ഈ ബയോഗ്യാസ് ഡൈജസ്റ്റർ എന്ന് പറയുന്ന പോർഷനിലേക്ക് നമ്മൾ ഈ പ്രോസസ്സ് നടക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ദിവസങ്ങൾ 30-40 ദിവസത്തോളം എടുക്കും. സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നതിന് ഡൈജഷൻ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഇനി എന്തെല്ലാം കൺവേർഷൻ പ്രോസസ്സുകളാണ് ബയോഗ്യാസ് പ്ലാന്റിനകത്ത് നടക്കുന്നത്? ഒന്ന്, എൻസൈമാറ്റിക് ഹൈഡ്രോളിസിസ്. ഇവിടെ ചെയ്യുന്നത് നമ്മൾ അതിനകത്തേക്ക് പ്ലേസ് ചെയ്യുന്ന ഫുഡ് വേസ്റ്റോ ബാക്കിയുള്ള വേസ്റ്റുകളും, അതുപോലെ ഹ്യൂമൻ എക്സ്ക്രീഷൻ വേണമെങ്കിൽ ഇടാം, അതുപോലെ കൗഡങ്, ഇതുപോലെയുള്ള പ്രോസസ്സിനകത്ത് ഉണ്ടാകുന്ന ഫാറ്റ്, സ്റ്റാർച്ച്, പ്രോട്ടീൻസ്, ഇവയെല്ലാം തന്നെ ഈ ബാക്ടീരിയാസ് ഒന്ന് കൺവേർട്ട് ചെയ്തെടുക്കുന്ന, അല്ലെങ്കിൽ ചെറിയ ചെറിയ കോമ്പൗണ്ടുകളാക്കി മാറ്റുന്ന ആ പ്രോസസ്സിനെയാണ് എൻസൈമാറ്റിക് ഹൈഡ്രോളിസിസ് എന്ന് പറയുന്നത്. സെക്കൻഡ് പ്രോസസ്സ് എന്ന് പറയുന്നത് ആസിഡ് ഫോർമേഷൻ. ഈ എൻസൈമാറ്റിക് ഹൈഡ്രോളിസിസ് കഴിഞ്ഞ് വളരെ സിമ്പിൾ കോമ്പൗണ്ട്സ് ആക്കി മാറുന്ന ആ ഒരു മെറ്റീരിയൽസിനെ, അല്ലെങ്കിൽ ആ സ്ലറിക്കകത്തുള്ള ആളുകളെ അനേറോബിക് മൈക്രോ ഓർഗാനിസംസ് വീണ്ടും ബ്രേക്ക് ചെയ്തിട്ട് അതിനെ ആസിഡിലേക്ക് ഫോം ചെയ്യും. അപ്പൊ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ആസിഡ് ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇനി തേർഡ്, മീഥെയിൻ ഫോർമേഷൻ. ഈ ആസിഡ് ഫോർമേഷനകത്ത് നിന്ന് ഓർഗാനിക് കോമ്പൗണ്ട്സ് വീണ്ടും എന്ത് ചെയ്യും? അത് ബാക്കി കിടക്കുന്ന വോളറ്റൈൽ, ചെറിയ ചെറിയ വളരെ മൈക്രോ ലെവലിലുള്ള വോളറ്റൈൽ സോളിഡ്സിൽ നിന്ന് മീഥെയിനും കാർബൺ ഡൈ ഓക്സൈഡും വേർതിരിച്ചെടുക്കും. ഇതിനെ നമ്മൾ പറയുന്നത് മീഥെയിൻ ഫെർമെന്റേഷൻ എന്ന് പറയും. അപ്പോൾ സെക്കൻഡിൽ ആസിഡ് ഫോർമേഷൻ ഉണ്ട്, തേർഡില് മീഥെയിൻ ഫോർമേഷനും ഉണ്ട്. ഈ മീഥെയിനെയാണ് നമ്മൾ ഒരു എഫിഷ്യന്റ് ഫ്യൂവലായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ ബയോഗ്യാസിന്റെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് മീഥെയിൻ ഗ്യാസ് ആണ്. ആ മീഥെയിൻ ഗ്യാസിനെയാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് ഇലക്ട്രിസിറ്റി ജനറേഷനോ വെഹിക്കിൾസിനോ ബാക്കിയുള്ള ശരിക്ക് കിച്ചൺ പർപ്പസിനോ ഒക്കെ തന്നെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ബയോഗ്യാസിന്റെ എസെൻഷ്യൽ കമ്പോണന്റ് അതിനകത്തുള്ളത് ഒന്ന് മീഥെയിൻ ഗ്യാസ്, കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ, പിന്നെ വളരെ ചെറിയ അളവിൽ ഹൈഡ്രജൻ സൾഫൈഡ്. അതിനകത്ത് ആൾമോസ്റ്റ് 65% നമുക്ക് മീഥെയിൻ ഗ്യാസ് അവൈലബിൾ ആണ്. ഇനി
എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് നമ്മുടെ ബയോഡൈജഷനെ നിയന്ത്രിക്കുന്നത്? അപ്പോൾ നമുക്കൊരു ബയോഡൈജഷന് വേണ്ടിയിട്ട് ഡൈജസ്റ്ററിൽ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിനകത്തുള്ള pH വാല്യൂ, നേരത്തെ നമ്മൾ പറഞ്ഞു ഇവിടെ ആസിഡ്സും ഉണ്ട്, അതുപോലെ തന്നെ ആസിഡ് ഫോർമേഴ്സും ഉള്ള ബാക്ടീരിയാസും ഉണ്ട്, അതുപോലെ മീഥേൻ ഫെർമെന്റേഴ്സ് അല്ലെ മീഥേൻ ഫോർമേഴ്സും ഉണ്ട്. ഇവർ തമ്മിലുള്ള ഒരു ഇക്വിലിബ്രിയമാണ് ശരിക്കും മീഥേൻ ഗ്യാസിന്റെ ഫോർമേഷൻ. അപ്പൊ ആസിഡ് ലെവല് ഏകദേശം ഒരു 6.5 to 7.5 ആ റേഞ്ചിൽ നിൽക്കുന്നതാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ബയോഗ്യാസിന്റെ പ്രൊഡക്ഷന് നടക്കുന്നത്. രണ്ട്, അതിന്റെ ടെമ്പറേച്ചർ. അപ്പൊ ടെമ്പറേച്ചർ ഈ പ്രോസസ്സ് നടക്കുമ്പോൾ ഇതിനകത്ത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ആ ടെമ്പറേച്ചർ ആൾമോസ്റ്റ് ഒരു 38 ഡിഗ്രി സെന്റിഗ്രേഡിനുള്ളിൽ വരെ നിൽക്കുന്നത് നമുക്ക് വളരെയധികം പ്രയോജനപ്രദമാണ്. നെക്സ്റ്റ്, ടോട്ടൽ സോളിഡ് കണ്ടന്റ് ഓഫ് ഫ്ലൂയിഡ് മെറ്റീരിയൽ. അപ്പൊ ടോട്ടൽ സോളിഡ് കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്തോടൊപ്പം തന്നെ ഒരു 1:1 റേഷ്യോയിനകത്ത് കൗഡങ്ങും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ബാക്കിയുള്ള മെറ്റീരിയലിനോടൊപ്പം കൗഡങ് കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് കൗഡങ്ങിന്റെ ആൾമോസ്റ്റ് ഒരു 80% മോയ്സ്ചർ, ബാക്കി 20% മെറ്റീരിയൽ ആയിട്ടുള്ള ആ ഒരു മെറ്റീരിയലാണ് നമ്മൾ സോളിഡ് കണ്ടന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ സോളിഡ് കണ്ടന്റ് കൂടിയ ആ അവൈലബിൾ ആയിട്ടുള്ള സോളിഡ് കണ്ടന്റിന്റെ എന്തുമാത്രം കോൺസെൻട്രേഷൻ ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് ബയോഗ്യാസ് പ്ലാന്റിന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ലോഡിംഗ് റേറ്റ്, എന്ത് ഫ്രീക്വന്റ് ആയിട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് ഉപയോഗിക്കുന്നത്. അതേപോലെ സീഡിങ് എന്ന് പറയുന്നത് നമ്മുടെ ആസിഡ് ഫോർമേഴ്സും അതുപോലെ തന്നെ മീഥേൻ ഫോർമേഴ്സും ഉണ്ട്. ഈ മീഥേൻ ഫോർമേഴ്സ് വളരെ ലോ ലെവലിലേ അതിനകത്ത് ഡെവലപ്പ് ചെയ്ത് വരും. അതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും ഇതിനാവശ്യമായിട്ടുള്ള കണ്ടെയ്നറുകൾ പുറത്തു നിന്ന് കൊടുക്കേണ്ടതായിട്ട് വരും. ഈ പ്രോസസ്സിനാണ് നമ്മൾ സീഡിങ് എന്ന് പറയുന്നത്. പിന്നെ യൂണിഫോം ഫീഡിങ്ങിന് പറ്റിയ പ്ലാന്റ്സും അല്ലാത്ത പ്ലാന്റ്സും നമുക്ക് അവൈലബിൾ ആണ്. ഈ യൂണിഫോം ആയിട്ടുള്ള ഫീഡിങ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ബയോഗ്യാസിന്റെ ഡെവലപ്മെന്റിന് സഹായിക്കും. പിന്നെ നെക്സ്റ്റ് പോയിന്റ്, ഡയമീറ്റർ ടു ഡെപ്ത് റേഷ്യോ. അപ്പൊ ഇതിന്റെ ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് റേഷ്യോ, അപ്പൊ അത് ആൾമോസ്റ്റ് ഒരു മാക്സിമം പ്രൊഡക്ഷന് നമുക്ക് ഒരു 0.66 to 1 വരെയുള്ള ആ ഒരു റേഷ്യോ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം പ്രൊഡക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ്, കാർബൺ ടു നൈട്രജൻ റേഷ്യോ. ഇപ്പോൾ മൈക്രോ ഓർഗാനിസംസ്, അനേറോബിക് ഓർഗാനിസംസ്, അത് എന്ന് വെച്ചാൽ ഓക്സിജൻ കണ്ടന്റ് ഇല്ലാത്ത സ്ഥലങ്ങളിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇത് അവരുടെ ലൈഫും ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള എനർജി, ആ മൈക്രോ ഓർഗാനിസത്തിനുള്ള ആവശ്യമായിട്ടുള്ള എനർജി പ്രൊവൈഡ് ചെയ്യുന്നത് കാർബണും അവരുടെ സെൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന നൈട്രജനുമാണ്. അപ്പൊ ഈ കാർബണിന്റെയും നൈട്രജന്റെയും കണ്ടന്റ് എന്തുമാത്രം ഉണ്ട്, അല്ലെങ്കിൽ കാർബൺ നൈട്രജൻ റിച്ച് ആയിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ അതിനകത്തേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ബയോഗ്യാസിന്റെ ഡെവലപ്മെന്റിന് സഹായിക്കാറുണ്ട്. അതുപോലെ തന്നെ ന്യൂട്രിയൻസിനകത്ത് ഈ കാർബൺ, നൈട്രജന് അതുപോലെയുള്ള ഏറ്റവും കൂടുതൽ റിച്ച് ആയിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ അതിനകത്ത് പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ ബയോഗ്യാസ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അജിറ്റേഷൻ ഓഫ് കണ്ടന്റ് ഓഫ് ദ ഡൈജസ്റ്റർ. അജിറ്റേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് നമ്മൾ മൈക്രോ ഓർഗാനിസംസ് ഡെവലപ്പ് ചെയ്ത് കുറച്ച് ഭാഗത്തുള്ള കണ്ടന്റ്സിനെ എല്ലാം മീഥേനാക്കി ഫോം ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഇതിന്റെ ഒരു മൂവ്മെന്റ് ഉണ്ടെങ്കിൽ അടുത്ത ഏരിയയിലേക്ക് അല്ലെങ്കിൽ ഡൈജഷൻ നടക്കാത്ത ഏരിയയിലേക്കും കൂടി വിടും. അതുകൊണ്ട് വളരെ സ്ലോ ആയിട്ടുള്ള ഒരു റൊട്ടേഷൻ ഇതിനകത്തേക്ക് കിട്ടുന്നത് ബയോഗ്യാസിന്റെ ഡെവലപ്മെന്റിനെ സഹായിക്കും. പിന്നെ റേറ്റ് ഓഫ് ഹീറ്റിംഗ്, എന്തുമാത്രം ടെമ്പറേച്ചർ, നേരത്തെ പറഞ്ഞ പോലെ ടെമ്പറേച്ചറിന്റെ ലിമിറ്റ് ആൾമോസ്റ്റ് ഒരു 38 ഡിഗ്രി സെന്റിഗ്രേഡിലൊക്കെ കീപ്പ് ചെയ്യുന്നത് മാക്സിമം പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്പോൾ അത് എന്തുമാത്രം ആ ഹീറ്റ് റേറ്റ് ഉണ്ടാകുന്നു എന്നുള്ളതും ഇതിന്റെ ബയോഗ്യാസിന്റെ പ്രൊഡക്ഷന് ബാധിക്കാറുണ്ട്. ഇനി ടൈപ്സ് ഓഫ് ഫീഡ് സ്റ്റോക്സ്, ഏതെല്ലാം ടൈപ്സ്, നേരത്തെ പറഞ്ഞ പോലെ ന്യൂട്രിയന്റ് റിച്ച് ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ, മെറ്റീരിയൽസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അത് ബയോഗ്യാസ് പ്രൊഡക്ഷനെ ഒന്ന് എൻഹാൻസ് ചെയ്യാറുണ്ട്. ടോക്സിസിറ്റി ഡ്യൂ ടു എൻഡ് പ്രോഡക്റ്റ്, ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് ഡൈജഷൻ കഴിഞ്ഞിട്ട് സ്മെല്ലൊന്നും ഇല്ലാത്ത ടൈപ്പ് ഒരു ഹൈലി റിച്ച്ഡ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് പ്ലാന്റ്സിലെ ഹൈലി റിച്ച്ഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇത് നമ്മൾ സമയാസമയങ്ങളിൽ അതിൽ നിന്ന് മാറ്റേണ്ടതായിട്ടുണ്ട്. ഇത് മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് തന്നെ ഒരു ടോക്സിൻ ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ്, പ്രഷർ ഇതിനകത്ത് മീഥേൻ ഗ്യാസ് ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ അത് ഈ സ്ലറിക്കകത്ത് തന്നെ ഒരു പ്രഷർ കൊടുക്കാറുണ്ട്. ആ പ്രഷർ ഒരു ലോ ലെവൽ പ്രഷർ ആണെന്നുണ്ടെങ്കിൽ അത് ഇതിന്റെ ഫോർമേഷന് സഹായിക്കുകയും പ്രഷറിന്റെ അളവ് വളരെയധികം കൂടുകയാണെങ്കിൽ ഈ പ്രോസസ്സ് മൊത്തം നിന്നു പോകാനുള്ള സാധ്യതയുമുണ്ട്. ഇനി ആസിഡ് അക്യുമുലേഷൻ ഇൻസൈഡ് ദ ഡൈജസ്റ്റർ, നേരത്തെ പറഞ്ഞ പോലെ ആസിഡ് ഫോർമേഴ്സും അതുപോലെ തന്നെ മീഥേൻ ഫോർമേഴ്സും ഉണ്ട്. ഈ മീഥേൻ ഫോർമേഴ്സിന്റെ ആസിഡ് ഫോർമേഷൻ കൂടിക്കഴിഞ്ഞാൽ മീഥേൻ ഫോർമേഷന്റെ ബാക്ടീരിയാസ് എല്ലാം തന്നെയും ആ മീഥേൻ ഫോർമേഷൻ നഷ്ടമായി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആസിഡിന്റെ ലെവല് pH വാല്യൂ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ ആസിഡിന്റെ വാല്യൂസ് കൂടിക്കഴിഞ്ഞാൽ, ആസിഡിക് ലെവൽ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് പ്രൊഡക്ഷൻ നടക്കത്തില്ല. നെക്സ്റ്റ്,
ഏതെല്ലാം ടൈപ്പ് ബയോഗ്യാസ് പ്ലാന്റുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനകത്ത് ഇൻബിൽറ്റ് ആയിട്ട് നടക്കുന്ന പ്രോസസ്സുകൾ അനുസരിച്ചിട്ട് കണ്ടിന്യൂസ് ആൻഡ് ബാച്ച് ടൈപ്പ് എന്നും ടൈപ്പ് എന്നും നമ്മൾ വേർതിരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് കണ്ടിന്യൂസ് ടൈപ്പ് ബയോഗ്യാസ് പ്ലാന്റ്? ബയോഗ്യാസ് പ്ലാന്റുകളിൽ വളരെ ഫ്രീക്വന്റ് ആയിട്ട് എല്ലാ ദിവസവും ഒരു ചെറിയ എമൗണ്ട് വെച്ചിട്ട് നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ബയോഗ്യാസ് പ്ലാന്റുകൾ ആണ് നമ്മൾ കണ്ടിന്യൂസ്. അപ്പോൾ പ്ലാന്റ് ഈസ് ഫെഡ് ഡെയിലി, ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് ഈസ് സ്റ്റോർഡ് ഇൻ ദ പ്ലാന്റ് ഓർ സെപ്പറേറ്റ് ഗ്യാസ് ഹോൾഡർ. അപ്പോൾ ഇവിടെ ഈ ഫിഗറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന പോലെ ഒരു ഇൻലെറ്റും ഒരു ഔട്ട്ലെറ്റും ഉണ്ടാവും. ഇതിനകത്ത് ഇൻലെറ്റ് വഴി നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് എല്ലാ ദിവസവും ചെറിയൊരു എമൗണ്ട് വെച്ച് കൊടുക്കും. അവർ ആ ഫെർമെന്റേഷൻ നടന്നതിന് ശേഷം അതിന് ആദ്യത്തെ ഫെർമെന്റേഷന് ഏകദേശം 30 ദിവസത്തോളമൊക്കെ സമയമെടുക്കും. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും. ഒരു സ്റ്റെറിങ് ആക്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ എന്തുമാത്രം കാലം ഈ സ്ലറി അല്ലെങ്കിൽ ഈ ഡൈജസ്റ്റർ ഇതിനകത്ത് നിൽക്കുന്നു എന്നുള്ളതിനെയാണ് നമ്മൾ റിട്ടൻഷൻ പീരീഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഈ റിട്ടൻഷൻ പീരീഡിനോടൊപ്പം തന്നെ ഇതിന്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഭാഗത്ത് ഒരു ഡ്രൈ ലെയർ ഓഫ് നമ്മുടെ സ്ലറി ഉണ്ടാവാറുണ്ട്. അതിനെ നമ്മൾ സ്കം എന്ന് മാർക്ക് ചെയ്യും. അപ്പോൾ ഈ സ്കമ്മും സ്ലറിയും ഒക്കെ തന്നെ ഡൈജസ്റ്റീവ് പ്രോസസ്സ് കഴിയുന്നതിനനുസരിച്ചിട്ട് നമ്മൾ പുറത്തേക്ക് മാറ്റിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ഇങ്ങനെ എല്ലാ ദിവസവും വളരെ ചെറിയ ചെറിയ അളവിൽ നമ്മൾ ഇൻലെറ്റ് കൊടുക്കുകയും അതിന് ഡൈജസ്റ്റ് ചെയ്ത് നമ്മുടെ ഔട്ട്പുട്ട് കിട്ടുകയും ചെയ്യുന്നതിനാണ് കണ്ടിന്യൂസ് ടൈപ്പ് ബയോഗ്യാസ് പ്ലാന്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ബാച്ച് ടൈപ്പ്. ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യില്ല, പക്ഷെ നമ്മൾ ചെയ്യുന്നത് ഒരു മാസമായിട്ട് ഒരു നമ്പർ ഓഫ് ഡൈജസ്റ്റേഴ്സ് ഉപയോഗിച്ചിട്ട് അതിനകത്തെല്ലാം ഫീഡ് ചെയ്യും. അതിനുശേഷം ഒരു 50 to 60 ഡേയ്സ് ഇന്റർവെല്ലിൽ മാത്രമേ ഇത് ചെയ്യാറുള്ളൂ. ഒരു പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ഡൈജസ്റ്ററിലും കിട്ടുമ്പോൾ അതിനകത്തുള്ള ഗ്യാസിന് നമുക്ക് സ്റ്റോർ ചെയ്യാൻ സെപ്പറേറ്റ് പ്രൊവിഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഡൈജസ്റ്റ് ആയി കഴിഞ്ഞ് ഒരു 8-10 ദിവസം കഴിയുമ്പോൾ ഇതിന്റെ പ്രൊഡക്ഷൻ ആരംഭിച്ചാൽ വീണ്ടും ഒരു 40 to 50 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഇത് നമുക്ക് ഗ്യാസ് എഫിഷ്യന്റ് ആയിട്ട് തന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ ടൈപ്പിലുള്ള സിസ്റ്റംസ് അഡോപ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ബാച്ച് ടൈപ്പ് ബയോഗ്യാസ് പ്ലാന്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഇതിന്റെ കൺസ്ട്രക്ഷൻ വൈസ് ബയോഗ്യാസ് പ്ലാന്റുകളെ എങ്ങനെയൊക്കെ വേർതിരിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അത് 2 ടൈപ്പാണ്: ഫിക്സഡ് ഡോം ടൈപ്പ് ബയോഗ്യാസ് പ്ലാന്റും ഫ്ലോട്ടിംഗ് ഗ്യാസ് ടൈപ്പ് ബയോഗ്യാസ് പ്ലാന്റും. അതിനകത്ത് ആദ്യത്തെ ഫിഗർ നമ്മുടെ ഫിക്സഡ് ഡോം ടൈപ്പ് സ്ട്രക്ചർ. അപ്പൊ ഇത് നമ്മുടെ ഗ്രൗണ്ട് ലെവലിനോടൊപ്പം ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഒരു സ്ട്രക്ചർ ഇതേപോലെ ഡൂം ലൈക്ക് സ്ട്രക്ചർ ആദ്യം ഉണ്ടാക്കും. ഇത് ഫിക്സഡ് ആയിട്ട് ചെയ്തു വെക്കുന്നതാണ്. അതിനകത്ത് ഗ്രൗണ്ട് ലെവലിന്റെ അതേ ലെവലിൽ തന്നെ നമുക്ക് ഇൻലെറ്റ് ഫീഡ് ചെയ്യാൻ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെയുള്ള പൈപ്പിന് പോലെ പകരമുള്ള ഒരു സ്ട്രക്ചറാണിത്. അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസിനെ വേസ്റ്റുകളെല്ലാം ഒന്ന് കൗഡങ്ങുമായിട്ടൊക്കെ ചേർത്ത് വാട്ടറും ഒക്കെ ചേർത്തിട്ട് ഇതിനകത്തേക്ക് ഫീഡ് ചെയ്യും. ആ ഫീഡ് ചെയ്യുന്നതിന് ബയോഗ്യാസ് ഡൈജഷൻ പ്രോസസ്സ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സ്ലറി പുറത്തേക്ക് വരും. ഈ സ്ലറിയെ നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് മാറ്റിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ സ്ലറിയുടെ ഒരു ലെവൽ വരെ കാണിച്ചിട്ടുണ്ട് ബയോഗ്യാസിന്റെ. ആ ലെവലിൽ അഡീഷണൽ ആയിട്ട് വരുമ്പോൾ ഗ്രൗണ്ട് ലെവലിന് താഴെയാണിത് സ്ലറി അക്യുമുലേറ്റ് ചെയ്യും. അതിന് നമ്മൾ ഓവർഫ്ലോ ടാങ്ക് എന്ന് പറയും. ആ ടാങ്കിനകത്തുള്ള സ്ലറിയെ നമ്മൾ മാറ്റിക്കൊണ്ടേയിരിക്കണം. ഇനി ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഇതിനകത്തുണ്ടാകുന്ന ബയോഗ്യാസ് നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പ്രഷർ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. നമ്മൾ പുറത്തേക്ക് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ബയോഗ്യാസിന്റെ അകത്ത് പ്രഷർ ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യത ഇവിടെ കൂടുതലാണ്. ഓട്ടോമാറ്റിക് ആയിട്ട് പ്രഷർ കൺട്രോൾ ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഒന്നും ഇതിനകത്തില്ല. പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഗ്യാസിന് നമുക്ക് റിലീസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഔട്ട്ലെറ്റ് ഗ്യാസ് വഴി ഫ്ലെക്സിബിൾ ട്യൂബ് വഴി പുറത്തു നിന്ന് നമുക്ക് എവിടെയാണോ വേണ്ടത് വീടുകളിലൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഗ്യാസ് പ്ലാന്റുകളാണ് ഈ ഫിക്സഡ് ഡോം ടൈപ്പ് സ്ട്രക്ചർ. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഇതിനകത്ത് എന്തെല്ലാം റാ മെറ്റീരിയൽസ് ഉപയോഗിക്കാമെന്നുള്ളതാണ്. അതിന് ആനിമൽ ഡങ്, അതുപോലെ പൗൾട്രി വേസ്റ്റുകൾ, പ്ലാന്റ് വേസ്റ്റ്, ഹ്യൂമൻ എക്സ്ക്രീഷ്യ, അതുപോലെ നമ്മുടെ ഡൊമസ്റ്റിക് വേസ്റ്റുകൾ, ഇങ്ങനെയുള്ളതെല്ലാം തന്നെ നമുക്ക് ഡെയിലി നമുക്ക് എന്തൊക്കെ വേസ്റ്റ് വരുന്നു അതെല്ലാം ഉപയോഗിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് ഈ ഫിക്സഡ് ഡോം ലൈക്ക് സ്ട്രക്ചർ. അപ്പൊ അതിനകത്ത് ഒരു മിക്സിംഗ് ടാങ്ക്, ഇൻലെറ്റ് ടാങ്ക്, സെന്റർ പോർഷനായിട്ട് ഡൈജസ്റ്റർ, അതുപോലെ സ്ലറി ഔട്ടായിട്ട് വരുന്ന ഔട്ട്ലെറ്റ് ടാങ്ക്, അതുപോലെ തന്നെ നമ്മൾ സ്ലറി ഔട്ട്ലെറ്റ് വരുന്നതിനോട് അത് ഓവർഫ്ലോ ചെയ്തിട്ടാണ് നമുക്ക് പുറത്തേക്ക് കിട്ടുന്നത്. അതിൽ സ്ലറിയെ നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയും വേണം. അപ്പൊ ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റുകളാണ്. അതിനകത്ത് മിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സ്ലറിക്കകത്ത് നേരത്തെ നമ്മൾ പറഞ്ഞ പോയിന്റ്സുകൾ, pH വാല്യൂസും മറ്റുമെല്ലാം നമ്മൾ കെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ എപ്പോഴെങ്കിലൊക്കെ ഇത് അൺയൂസ് ആയിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്ലറി അതിനകത്ത് തന്നെ ഇൻഫെക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ അനേറോബിക് ഫെർമെന്റേഷന്
ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കെയർ ചെയ്തുകൊണ്ട് നമ്മൾ ഇതിനകത്തേക്ക് ഫീഡ് ചെയ്യേണ്ടതാണ്. ഇനി എന്തെല്ലാമാണ് ഇതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും? അത് കമ്പാരിറ്റീവ്ലി സാധാരണ നമ്മുടെ ഹൗസ് ഹോൾഡ് ഐറ്റംസിനെല്ലാം ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് ഇതിന്റെ ലോ കോസ്റ്റ് കമ്പാർഡ് ടു ഫ്ലോട്ടിംഗ് ടൈം ടൈപ്പ്. പ്രത്യേകിച്ച് ഒരു സ്ട്രക്ചർ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നു, അത് തന്നെ മേസണറി വർക്ക് ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കൊറോഷൻസ് ഒന്നുമില്ല. ഹീറ്റ് ഇൻസുലേഷൻ ഈസ് ബെറ്റർ എന്ന് വെച്ചാൽ ടെമ്പറേച്ചറിനെ നമുക്ക് റിക്വയർഡ് ടെമ്പറേച്ചർ കീപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. വലിയ മെയിൻ്റനൻസിന്റെ ആവശ്യമില്ല. ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു മേസണറി വർക്ക് ചെയ്താൽ വെക്കുന്നതാണ്. അപ്പോൾ ലോക്കലായിട്ടുള്ള മെറ്റീരിയൽസ് അവൈലബിൾ ആണെങ്കിലും അത് ചെയ്യാൻ സ്കിൽഡ് ആയിട്ടുള്ള ആളുകളുടെ ആവശ്യമുണ്ട്. അതുപോലെ ഗ്യാസ് പ്രൊഡക്ഷൻ ഇസ് കമ്പാരിറ്റീവ്ലി ലോ. അത് പിന്നെ സ്റ്റെറിംഗ് അറേഞ്ച്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണമെന്ന് പറഞ്ഞു ഗ്യാസ് പ്രൊഡക്ഷൻ ഒന്ന് ഇംപ്രൂവ് ചെയ്യാൻ ആ പ്രൊവിഷൻസ് ഒന്നും ഇതിനകത്ത് കിട്ടാറില്ല. അതുപോലെ എന്തുമാത്രം ഫീഡ് ചെയ്യുന്നു അതുപോലെ ഫിക്സഡ് ആയിട്ട് നമുക്ക് അതിനകത്തുള്ള ഏരിയ കഴിഞ്ഞ് അതിന്റെ പ്രഷർ കഴിഞ്ഞിട്ടുള്ളത് മാത്രമേ പുറത്തേക്ക് കിട്ടൂ. അപ്പോൾ ആ പ്രഷർ ഫിക്സഡ് ആയിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഗ്യാസ് പ്രഷറും വേരിയബിൾ ആയിരിക്കും. ഇനി സെക്കൻഡ് ടൈപ്പ് ഫ്ലോട്ടിംഗ് ഡ്രം ടൈപ്പ് ബയോഗ്യാസ് പ്ലാന്റ്. ഇവിടെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഒരു ഡോം ലൈക്ക് സ്ട്രക്ചറിൽ അതിന്റെ പകരം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കളക്ഷൻ ആയിട്ടുള്ള ഒരു ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഒരു ഹോൾഡറാണ്. ഇവിടെയും രണ്ട് ടൈപ്പിലുള്ള ഇൻലെറ്റും ഔട്ട്ലെറ്റുകളും ഉണ്ട്. ബാക്കി പ്രോസസ്സുകളൊക്കെ സെയിം തന്നെ. പക്ഷേ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഈ കളക്ഷൻ ഏജന്റ് എന്ന് പറയുന്നത് ഇത് സാധാരണ ഇനിഷ്യൽ കണ്ടീഷനിൽ ഇത് ഏകദേശം ഇതിന്റെ ഗ്രൗണ്ട് ലെവലിലേക്ക് വന്ന് നിൽക്കും. പ്രൊഡക്ഷൻ കഴിഞ്ഞ് ഡൈജഷനും കഴിഞ്ഞിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസ് ഈ ഒരു കളക്ഷൻ ഏജന്റിന് എന്ത് ചെയ്യും, മുകളിലേക്ക് അല്ലെങ്കിൽ ഹോൾഡറിന്റെ മുകളിലേക്ക് ഉയർത്തും. അപ്പോൾ ഇതിനകത്തുള്ള പ്രഷർ ആൾമോസ്റ്റ് ഒന്ന് സെയിം ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ട് ഈ ഒരു ആളിന് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രഷർ കീപ്പായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടൊരു ഔട്ട്പുട്ട് എപ്പോഴും കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ടൈപ്പിലുള്ള സ്ട്രക്ചറുകളാണ് നമുക്ക് ഫ്ലോട്ടിംഗ് ഡം ടൈപ്പ് ബയോഗ്യാസ് പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയും ഇൻലെറ്റും സ്ലറിയും നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് മാറ്റിക്കൊണ്ടേയിരിക്കണം. ഇനി ഇതിന്റെ വർക്കിംഗ്, ഗ്യാസ് ഹോൾഡർ നോർമലി അതിനകത്ത് പ്രഷർ വരുന്നതിനനുസരിച്ച് മാത്രമേ മുകളിലേക്ക് വരത്തുള്ളൂ. ബാക്കിയുള്ള സമയങ്ങളിലെല്ലാം തന്നെയും ഈ ഗ്യാസ് ഹോൾഡർ അതിന്റെ ബോട്ടം പോർഷനിലേക്ക് നീട്ടുന്നത്. അപ്പോൾ അത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമുക്ക് ആ സ്ലറിക്കകത്ത് ഉള്ള പ്രഷർ കീപ്പ് ചെയ്യാനും സഹായിക്കും. അതുപോലെ തന്നെ ഇതിനകത്ത് ഉപയോഗിക്കുന്ന പൈപ്പ്സ് എല്ലാം തന്നെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഓസുകളാണ്. അതുകൊണ്ട് അതിന്റെ മൂവ്മെന്റും വളരെ ഈസി ആയിട്ട് നടക്കാറുണ്ട്. അപ്പോൾ അതിന് ഗ്യാസ് ഓപ്പണിങ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഗ്യാസ് ഓപ്പണിങ്സിനകത്ത് നിന്ന് നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഓസുകളാണ്. ആ ഓസുകളിലൂടെ കിട്ടുന്നത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനും പറ്റും. ഇതിന്റെയും അഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ സെപ്പറേറ്റ് പ്രഷർ ഇക്വലൈസറിന്റെ ആവശ്യമില്ല. അതുപോലെ എപ്പോഴും ഹയർ ഗ്യാസ് പ്രൊഡക്ഷന് അത് സഹായമാണ്, കാരണം പ്രഷർ ആൾമോസ്റ്റ് സെയിം ആയിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ ഗ്യാസ് ലീക്കേജിന്റെ പ്രശ്നം ഉണ്ടാകുന്നില്ല. സ്കം പ്രോബ്ലം, സ്കം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയത് സ്ലറി വളരെ കാലം അതുപോലെ തന്നെ നിലനിന്ന് കഴിയുമ്പോൾ അതിന്റെ മുകളിലുണ്ടാകുന്ന വളരെ ഹാർഡായിട്ടുള്ള ഒരു ലെയറിനെയാണ് നമ്മൾ സ്കം എന്ന് പറയുന്നത്. ആ സ്കമ്മിന്റെ പ്രശ്നങ്ങൾ ഇവിടെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതുപോലെ കോൺസ്റ്റന്റ് ഗ്യാസ് പ്രഷറും അവൈലബിൾ ആണ്. ഇനി ഡിസഡ്വാൻറ്റേജ് എന്തെന്ന് നോക്കിയാൽ ഹയർ കോസ്റ്റ്. അത് നേരത്തെ ഉള്ള മെഷനറി വർക്കിന് ആവശ്യമായിട്ടുള്ളതിനെക്കാട്ടി കൂടുതലായിട്ടുള്ള ടാങ്കും അതുപോലെ അതിന്റെ കവറിങ്ങും അതിനെല്ലാം തന്നെ അറ്റ് പ്രസന്റ് കോസ്റ്റ് കൂടുതലാണ്. ഹീറ്റ് ലോസ്റ്റ് ത്രൂ മെറ്റൽ ഗ്യാസ് ഹോൾഡർ, ടോപ്പ് ലെവലിലുള്ള ഗ്യാസ് ഹോൾഡറിൽ മെറ്റൽ കൊണ്ട് ഡിസൈൻ ചെയ്തത് കൊണ്ട് തന്നെ അതുവഴി ഹീറ്റ് ലോസ് ആവാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ എല്ലാം ഫ്ലെക്സിബിൾ പൈപ്പാണ്, മൂവബിൾ മെമ്പേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ആ പൈപ്പിന്റെ എല്ലാം ജോയിന്റ്സിനകത്ത് ഫ്രീക്വന്റ് ആയിട്ട് മെയിൻ്റനൻസിന്റെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ടോപ്പ് ലെവൽ കവറിങ്ങിന് കൂടെ നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ പെയിന്റിങ് കൊടുത്ത് അതിന്റെ റസ്റ്റിംഗ് എല്ലാം ഒഴിവാക്കേണ്ട ആവശ്യകതയും ഉണ്ട്. അപ്പോൾ ഇതുവരെയുള്ളതാണ് നമ്മുടെ ഗ്യാസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബയോഗ്യാസ് പ്ലാന്റ്സ്, ഡ്രം ടൈപ്പും അതുപോലെ ഫ്ലോട്ടിംഗ് ടൈപ്പ്, ഫിക്സഡ് ഡൂം ടൈപ്പ്, ഫ്ലോട്ടിംഗ് ഡ്രം ടൈപ്പ്. അപ്പോൾ ഇനി ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ ചോദിക്കാം. സാറേ, ബയോഗ്യാസ് പ്ലാന്റുകൾ ഗാർഹികമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഗ്യാസ് സിലിണ്ടറിനെ അപേക്ഷിച്ച് എത്രമാത്രം സേഫ് ആണ്? അപകട സാധ്യത എത്രമാത്രം ഉണ്ട്? നമ്മുടെ ഗ്യാസ് സിലിണ്ടർ എന്ന് വെച്ചാൽ ഹൈലി പ്രഷറൈസ്ഡ് ആയിട്ടുള്ളത്, അതുപോലെ തന്നെ ഇന്റൻസ് ഹീറ്റ് കിട്ടാൻ പറ്റുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒന്നാണ്. പക്ഷേ ബയോഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വളരെ
ഇന്റൻസ് ആയിട്ടുള്ള ഫ്ലെയിംസ് വരുന്നില്ല, വളരെ സ്ലോ ആയിട്ട് വരുന്ന ഗ്യാസ് ആണ്. അതുപോലെ തന്നെ ഈ സ്ട്രക്ചർ മൊത്തത്തിൽ നമുക്ക് വീട്ടിന്റെ വെളിയിൽ ഏതെങ്കിലും ഭാഗത്തായിരിക്കും, ഒരു ട്യൂബ് വഴി മാത്രമേ നമ്മുടെ കിച്ചണിലോ മറ്റു സൈഡിലോ ഒക്കെ ഇത് വരാറുള്ളൂ. അപ്പൊ കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള വെച്ച് നോക്കുമ്പോൾ സേഫ് ആയിട്ടുള്ളതാണ്. വളരെ വളരെ പെട്ടെന്ന് ഇത് പൊട്ടിത്തെറിക്കാനോ അങ്ങനെയുള്ള സാധ്യതയുള്ള ഒന്നല്ല ബയോഗ്യാസ് പ്ലാന്റുകൾ. ഓക്കെ. ഇനി ഇലക്ട്രിസിറ്റി എങ്ങനെയാണ് നമ്മൾ ഇതിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുക ബയോഗ്യാസിൽ നിന്ന്? ബയോഗ്യാസിൽ നിന്ന് ഈ ബയോഗ്യാസിനെ തന്നെ നമുക്ക് ഈ ബയോഗ്യാസിന് ആവശ്യമായിട്ടുള്ള അതിനെ കംപ്രസ് ചെയ്തിട്ട് നമുക്ക് നാച്ചുറൽ ഗ്യാസിന് പകരം വെഹിക്കിൾസിലും മറ്റുമൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇതിന്റെ ഈ ഇന്റൻസ് ആയിട്ടുള്ള പ്രഷറുള്ള കുറച്ച് കൂടുതലായിട്ടുള്ള ഇതുപോലുള്ള ഗ്യാസ് ഫോമിംഗ് സ്ട്രക്ചേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സ്പെഷ്യൽ കൺവേർഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ ഇലക്ട്രിസിറ്റി ജനറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ. ചോദ്യങ്ങളൊക്കെ ഉള്ളൂ സർ. സർ വേറെ എന്തെങ്കിലും? ബാസിത് സർ. ഓക്കെ സാർ, വൈൻഡ് അപ്പ് ചെയ്യാലല്ലേ? ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു സർ. അതെ, ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ടൈം ടു വൈൻഡ് അപ്പ്. ആദ്യമായിട്ട് തന്നെ റിന്യൂവബിൾ എനർജിയെ കുറിച്ച് ഈ സെഷൻ വളരെ എഫക്റ്റീവായി ഹാൻഡിൽ ചെയ്ത കൊട്ടിയം എസ് എം പോളിടെക്നിക് ലെക്ചറായ ഗുരുപ്രസാദ് സാറിന് ഹൃദയംഗമായി നന്ദി അറിയിക്കുന്നു. കൂടാതെ ഈ ക്ലാസ്സിലെ കോർഡിനേറ്റർ ബിനിസ, പാനലിസ്റ്റായ അജയ്കുമാർ സാർ, ആകാശ് സാർ, പോസ്റ്റ് നടൻ സാർ എന്നിവർക്കെല്ലാം നന്ദി അറിയിക്കുന്നു. ഏറ്റവും സന്തോഷമുള്ള കാര്യം, ഒരുപാട് കുട്ടികൾ ഈ സെഷൻ വളരെയധികം ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. നല്ല ഇന്ററാക്റ്റീവായി തന്നെ കുട്ടികൾ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോയി. ഒരുപാട് സംശയങ്ങൾ അവർ ചോദിച്ചിരുന്നു, അതെല്ലാം സാർ കൃത്യമായി തന്നെ മറുപടി നൽകിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിനെല്ലാം കാരണമായി എല്ലാ വിദ്യാർത്ഥികൾക്കും സിറ്ററിന്റെ പേരിലും അതുപോലെ തന്നെ എന്റെ വ്യക്തിപരമായാലും നന്ദി അറിയിക്കുകയാണ്. കൂടാതെ DTI കേരളയ്ക്കും ഗവൺമെന്റ് ഓഫ് കേരളയ്ക്കും നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. താങ്ക് യു. ഓക്കെ, താങ്ക് യു സർ. പാനലിസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ, ജസ്റ്റ് എല്ലാവരും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. അവര് പാർട്ടിസിപ്പൻസ് ഇറങ്ങിയിട്ട് സ്റ്റുഡൻസ് ലീവ് ചെയ്തിട്ട് നമുക്ക് ലീവ് ചെയ്യാം അല്ലേ? ലീവ് ചെയ്യാന്നുള്ളത്. അതെ. എത്ര സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു സാർ? റെക്കോർഡിംഗ് ഡിസ്റ്റർബ്ഡ് ആവും, അതാണ് പ്രശ്നം. അതെ. ഹലോ ആവേശൻ. സൂപ്പർ. പിന്നെ പറയാം, ഫോണിൽ കൂടെ പറയാം. പാർട്ടിസിപ്പൻസ് എത്ര ഉണ്ടായിരുന്നു സാർ? 223 ഹയസ്റ്റ്. 23 ഹയസ്റ്റ് വന്നിട്ടുണ്ട്. നല്ല പാർട്ടിസിപ്പേഷൻ. അരവിന്ദ് സാർ, പറഞ്ഞോളൂ ടീച്ചറെ. റെക്കോർഡ് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. റെക്കോർഡിംഗ്. ഓക്കെ, ശരി.